ദിവസം ബത്ത് സ്വകരാർക്കും മഹദാലിനോ തന്മയെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും ഓകയില്ല എന്റെ ആയുസിൻ ദിനപോകയും തഞ്ഞാലിനി സേവിക്കും എന്റെ പാണമാൻ യവനീശൂലേ നിന്റെ സ്നേഹം നീ എനിക്ക് കിടണേ എന്റെ പാണമായ ഗണേശോമേ നിന്റെ സ്നേഹം നീ എനിക്ക് കിടണേ. ധന്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി തമ്പുരാനെ ഈ ലോകത്ത് നിന്റെ കൃപയിലായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു വരണം. നിന്റെ വചനമാകുന്ന ധ്യാനപീഠത്തിന്റെ ചുവട്ടിൽ അറിയുകളായിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ തക്കോണം നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നീ പറയുന്നത് കേൾക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ആഗ്രഹിക്കുന്ന നിലയിൽ ക്രമീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണോ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ ഭക്ഷ്യന്മാരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതങ്ങളുടെ രൂപാന്തരത്തിന്റെ രാത്രിയായി പരിണമിക്കുന്നതേ. ഇന്നലെ പറഞ്ഞ കൃപയിൽ ഇന്ന് വചനം പറയുവാനോ ഇന്നലെ പറഞ്ഞ അൻവസ്ഥയിലോ എല്ലാം കേൾക്കുവാനോ ഞങ്ങൾക്കിടയാകരുതേ. ഇന്ന് ഞങ്ങളോട് പറയുവാൻ തക്കോണം ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളെ പറയുവാൻ ഉപകരണമാക്കിയടിനെ ആത്മാവിന്റെ മുകളിൽ ഉപയോഗിക്കുന്നതേ. എന്റെ മക്കളെ കേൾക്കുന്നവരുടെ ഹൃദയങ്ങളുടെ ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ഇതവിടെ ഞങ്ങളോട് സംസാരിക്കുന്ന അനുഗ്രഹത്തിന് അന്വേഷണമായി മാറണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനെ പരിശുദ്ധ ബഹുമാനിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും ഇപ്പോഴും എന്ന് വന്നേക്കും തന്നെ. ആമേൻ. പ്രിയരാ ദൈവത്തിന്റെ സർവ്വശുഭനാമം വാഴ്ത്തിടുവാനാകട്ടെ. അഭിനന്ദയ തിരുമേനി, ഒന്നിരായ ഗോർപ്പിസ്കോപ്പാസൻ, ഒന്നിരായ വൈദിക ശ്രേഷ്ഠർ, ഒന്നിരായ ശുമാശ്, പ്രധാനപ്രിയ വിശ്വാസികളുടെ സമൂഹം, ഒരിക്കൽ കൂടി ദൈവവചനവുമായി നമുക്ക് ഈ സന്ധിയിലായിരിക്കുവാൻ ദൈവം കൃപ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മുഖവരങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഇത് ഓർമ്മകൾ അസ്തമിക്കുന്ന കാലമെന്ന ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഓർമ്മകളിൽ എങ്ങനെ നമുക്ക് വീണ്ടും നിത്യമായി വിനോദവാദത്തോട് കഴിയുമെന്നുള്ളതായിരുന്നു ഇന്നലത്തെ ചിന്താവിഷയം. ഞാൻ ഈ കാലത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയായി കാണുന്നത് ഇത് വിശുദ്ധിയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന കാലം എന്നുള്ളത്. ഈ രാത്രിയിലെ നമ്മുടെ ചിന്താവിഷയം അതിനെ പുരസ്കരിച്ചുള്ളതാണ്. അതിനെ ആ വിഷയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കുവാൻ തൊക്കുള്ളൂ. ഇന്നലെ ഇത് കവിതയാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ഇന്നൊരു കഥ പറഞ്ഞ് ആരംഭിക്കും. ഒരു ഗുരു തന്റെ ശിഷ്യന്മാരുമായി വലിയ ഒഴുക്കുള്ള ഒരു പുഴയുടെ തീരത്ത് വന്ന് നിൽക്കാം. പുഴയുടെ അക്കരെ അവർക്ക് എല്ലാവർക്കും കടക്കണം. ഗുരുവിന് ഒരല്പം പ്രായമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരെല്ലാവരെയും അടക്കം വിളിച്ചു. എന്നിട്ട് ഒരു ശിഷ്യന്റെ കയ്യിൽ തന്റെ വസ്ത്രങ്ങളെല്ലാം തിരിഞ്ഞു കൊടുത്തു. മറ്റേ ആളിനെ വിളിച്ചിട്ട് തന്റെ ഗ്രന്ഥങ്ങളെല്ലാം, അമൂല്യമായ ഗ്രന്ഥങ്ങളെല്ലാം മറ്റേ ശിഷ്യനെ ഏൽപ്പിച്ചു. മൂന്നാമത്തെ ആളിനെ വിളിച്ച് തന്റെ ചെരുപ്പും രുദ്രാക്ഷമാലയും ഒക്കെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതൊന്നും നനയാതെയും നഷ്ടപ്പെടുത്താതെയും ആരാണോ ഈ പുഴ നീന്തി അക്കരെ ആദ്യം എത്തുന്നു അവർക്ക് എന്റെ വകയായി സമ്മാനമുള്ളത്. ഇത് കേൾക്കേണ്ട താമസം ശിഷ്യന്മാരെല്ലാവരും ഒഴുകുന്ന പുഴയിലേക്ക് എടുത്തു ചാടി. അവനെ തോൽപ്പിച്ച് ഒന്നാമതെത്തുവാൻ, ഗുരുവിന്റെ സമ്മാനം നേടുവാൻ എല്ലാവരും വാശിക്ക് നീന്തി.
ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് എന്ന് തീരുമാനിക്കാനാവാത്ത വിധം ഏതാണ്ട് ഒരേപോലെ എല്ലാവരും അക്കരെ എത്തുകയും ചെയ്യും. ഗുരുവാരെയാണ് വിജയിയായി തിരഞ്ഞെടുക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയും അവിടെ എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അവരാ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. പ്രായാധിക്യമുള്ള ഗുരു അവർക്ക് പിന്നാലെ നീന്തുവാൻ തക്കവണ്ണം ആ പുഴയിലേക്ക് ഇറങ്ങിയെങ്കിലും കുത്തി ഒഴുകുന്ന പുഴയുടെ ഒഴുക്കിൽ ഗുരു ആ പുഴയിൽ മുങ്ങി മരിച്ചു. ഞാൻ ഇംഗ്ലീഷിലാണ് ഈ കഥ വായിച്ചത്. ആ കഥ വായിച്ച് എഴുതി അവസാനിപ്പിക്കുന്ന എഴുത്തുകാരൻ അവസാനം ഇങ്ങനൊരു എൻഡ് നോട്ട് കൊടുക്കുന്നുണ്ട്. അത് പറഞ്ഞ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. അദ്ദേഹം എഴുതുന്നത് ഇപ്രകാരമാണ്: The disciples won the race, but they lost the master. ശിഷ്യന്മാർ യുദ്ധം ജയിച്ചു, ശിഷ്യന്മാർ മത്സരം ജയിച്ചു, പക്ഷേ അവർക്ക് ഗുരുവിനെ നഷ്ടം. ആധുനിക ക്രിസ്തീയ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ നാം ഒരുപാട് പോരാട്ടം ജയിക്കുന്നു, ഒരുപാട് പരീക്ഷകൾ ജയിക്കുന്നു, ഒരുപാട് ജീവിത വിജയങ്ങൾ നേടിയെടുക്കുന്നു. പക്ഷെ ഈ ജീവിതത്തിന്റെ അവസാനം നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഈ ജീവിത വിജയങ്ങൾക്കിടയിൽ നാം ഒരിക്കലും നഷ്ടപ്പെടുവാൻ പാടില്ലാത്തതെന്തോ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ നമ്മുടെ ജീവിത വിജയം നേടിയിട്ടുള്ളതല്ലയോ? ക്രിസ്തു നമുക്ക് നഷ്ടമായപ്പോഴുണ്ടോ എന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണമാണ് ഈ രാത്രി നമ്മൾ ഈ വേദഭാഗം ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിത വിജയങ്ങൾക്കിടയിൽ ഒരിക്കലും നഷ്ടമാകരുതാത്ത ധാർമ്മികമായ മൂല്യങ്ങൾ, ആത്മീകമായ അനുഭവങ്ങൾ, ക്രിസ്തു സാന്നിധ്യം ഇത് നഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അത് പോകാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ആത്മീക ജീവിതത്തെ സൂക്ഷിക്കേണ്ട വിശുദ്ധിയുടെ മതിലുകൾ ഒന്നൊന്നായി ഇടിഞ്ഞു പോകുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത് എന്നതാണ്. ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഈ ചിന്തകളെ ഒന്ന് കരുവപ്പെടുത്തുവാൻ ഈ രാത്രിയിൽ ഞാൻ ആധാരമായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം, ഒരുപക്ഷെ ഞാൻ ഈ ഭാഗം പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വന്നു കാണണം എന്നാണ് എന്റെ ചിന്ത. അത് ഈ കാലഘട്ടത്തിന് അനുസൃതമായി ഒന്ന് വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം മാത്രമാണ് ഞാൻ ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിക്കുന്നു: അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായി അതിന്റെ വാതിലുകൾ തീ കൊണ്ട് ബന്ധപ്പെടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നത്. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമാകാതിരിക്കുവാൻ യെരൂശലേമിന്റെ മതിലുകൾ പണിയുക എന്നതാണ്. Come, let us rebuild the walls of Jerusalem, and we will no longer be in disgrace. നിന്ദാപാത്രം എന്നുള്ളതിനെ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് പദം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അർത്ഥമുള്ളതാണ്. ഡിസ്ഗ്രേസ്, കൃപയില്ലാത്ത അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നായിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം പ്രിയമുള്ളവർ, ക്രിസ്തു നഷ്ടപ്പെടത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങൾ ഓരോന്നോരോന്നായി വലിച്ചു പോകത്തക്കവണ്ണം നമ്മുടെ പൂർവികർ കെട്ടിത്തന്ന ആത്മീയതയുടെ വിശുദ്ധമായ ജീവിതാനുഭവത്തിന്റെ മതിലുകൾ ഓരോന്നായി ഇടിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെടുന്നെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് ഓരോന്നായി നഷ്ടപ്പെടുന്ന ഒരു ആധുനിക കാലത്ത് നാം ഈ വേദഭാഗം ഇന്ന് ചിന്തിക്കുകയാണ്. എല്ലാ കാലത്തും ഇസ്രായേൽ ഇന്നും വാർത്തകൾ ഇടം പിടിക്കുന്ന രാജ്യമാണ്. ഇസ്രായേലൻ ദൈവത്തോട് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രവാചനത്തിന്റെ ഭാവമായ ഒരു ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു നമുക്കറിയാം. എല്ലാവരെയും പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോയി 60 വർഷക്കാലം ബാബേൽ സാമ്രാജ്യത്തിൽ അവർ പ്രവാസികളായി കഴിയുകയാണ്. 60 വർഷങ്ങളിൽ ബാബേൽ രാജാക്കന്മാർക്ക് പീഡനത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ബാബേൽ പേർഷ്യൻ സൈന്യം കൈയടക്കുകയും പേർഷ്യൻ രാജാക്കന്മാർ ബാബേലിൽ ഭരണം നടക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു.
അതിൽ പ്രധാനപ്പെട്ട ആള് കോരശും അത്തരഷ്ടായി മഹശ്വരേശും ഒക്കെയാണ് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. ചരിത്രത്തിന്റെ ഒരുപാട് വ്യാഖ്യാനങ്ങളിലേക്ക് ഇനി ഞാൻ പോകുന്നു. എന്നാൽ പേർഷ്യൻ രാജാക്കന്മാരുടെ ഭരണം തുടങ്ങിയത് മുതൽ പ്രവാസികളായി അവിടെ പരദേശികളായി പാർക്കുന്നവരാണെങ്കിലും പേർഷ്യൻ രാജാക്കന്മാർ ഇസ്രായേൽ മക്കളോട് കുറച്ചുകൂടി അനുഭാവപൂർവ്വം പെരുമാറി തുടങ്ങി. അവർ പ്രവാസികളായി ഇവിടെ പാർക്കുന്ന യഹൂദന്മാർക്ക് തിരികെ യെരുശലേമിലേക്ക് മടങ്ങി പോകുവാനുള്ള അനുവാദം കൊടുത്തു. അതിനുമപ്പുറം പ്രവാസികളായി പാർക്കുന്നവരിൽ ഏറ്റവും യുക്തരും ശ്രേഷ്ഠനുമായ ആളുകൾക്ക് പേർഷ്യൻ ബാബേലിൽ തന്നെ ഉന്നതമായ നിലയിലുള്ള സ്ഥാനങ്ങളും അവർ നൽകി. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വമുള്ളൊരു വ്യക്തിയായതുകൊണ്ട് പേർഷ്യൻ രാജാവിന്റെ രാജധാനിയിലെ പാനപാത്രവാഹകൻ എന്നുള്ള ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു അൽമായനായിരുന്നു ആര് നെഹമ്യാ. പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ഉന്നതമായ സാക്ഷ്യജീവിതം കൊണ്ട് അവർ ഉന്നതമായ നിലയിൽ എത്തിയ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യന്റെ ജീവിതമാണ് മുഴുവനായിട്ടും ഇല്ലെങ്കിൽ പോലും സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഈ അങ്ങനെ മടങ്ങിപ്പോകുവാൻ അനുവാദം കിട്ടിയ ഇസ്രായേൽ ജനം 3 ഗ്രൂപ്പായിട്ടാണ്, 3 കാലഘട്ടങ്ങളിലായിട്ടാണ് തിരിച്ച് യെരുശലേമിലേക്ക് പോകുന്നത്. BC 537 സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ ആദ്യ സംഘം യെരുശലേമിലേക്ക് മടങ്ങി. BC 458 എസ്രായുടെ നേതൃത്വത്തിൽ ഒരു സംഘം യെരുശലേമിലേക്ക് മടങ്ങി. സെരൂബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങിപ്പോയവർ നശിച്ചുപോയ ദേവാലയം പുതുക്കിപ്പണിതു. ഹഗ്ഗായിയുടെ സക്കറിയാവിന്റെ നേതൃത്വത്തിൽ. എസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നവർ അവിടെ ഒരു ആത്മീയമായ നവോത്ഥാനം ഉണ്ടാക്കി. എന്നാൽ നെഹമ്യാവിന്റെ സംഘം, 3ാമത്തെയും അവസാനത്തെയും സംഘമാണ് ബാബേൽ പ്രവാസത്തിലുള്ള ഇസ്രായേൽ ജനതയുമായി തിരിച്ചു സ്വദേശത്തേക്ക് യെരുശലേമിലേക്ക് മടങ്ങി വന്ന ഇസ്രായേലിന്റെ 3ാമത്തെ സംഘത്തെ നയിച്ചയാളായിരുന്നു നെഹമ്യാവ്. അദ്ദേഹത്തിന്റെ വരവിന്റെ പ്രധാന ഉദ്ദേശം ഇസ്രായേലിന്റെ ഇടിഞ്ഞു കിടന്ന മതിലുകളെ പണിയുക എന്നുള്ളതായി. ഞാൻ ഇതിൽ കൂടുതൽ ചരിത്രപരമായ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഈ മതിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അതിന്റെ എന്തുകൊണ്ടാണ് അത് ഇത്രയും വലിയൊരു മതിൽ പണിയുന്ന ഇത്ര വലിയ കാര്യമാണോ ഒരുപക്ഷെ കേൾക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തോന്നാം. ഇതൊരു മതിൽ പണിയുന്നത് അവര് കാണുന്നത് നമ്മുടെ വീട്ടിൽ ചുറ്റും പണിയുന്ന മതിലാണ്. ഇറ്റ്സ് എ മാർവലസ് കൺസ്ട്രക്ഷൻ. നമ്മളത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. അതിനുവേണ്ടി മാത്രം ഞാൻ അതിന്റെ ചില പെക്യുലിയാരിറ്റീസ് മാത്രം പറയും. ഏതാണ്ട് 4 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ നീളം ഇസ്രായേലിന്റെ ജെറുസലേമിന്റെ വാൾ നെഹമ്യാവ് പൂർത്തി പണിയുന്ന കാലഘട്ടത്തിൽ അതിന്റെ പെക്യുലിയാരിറ്റീസ് ഏകദേശം 4 കിലോമീറ്റർ നീളമുണ്ട്, 12 മീറ്ററിലധികം ഉയരവും ഹൈറ്റും, 2.5 മീറ്റർ വീതിയും, 2.5 മീറ്റർ വീതിയും, 34 ഗോപുരങ്ങളും, 7 വാതിലുകളും. സത്യത്തിൽ ഈ പ്രസംഗം 7 വാതിലുകളായി രൂപപ്പെടുത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇവിടുത്തെ സമയപരിധിക്കുള്ളിൽ അത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ 4ആയിട്ടൊന്ന് പരിമിതപ്പെടുത്തിയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കും. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും വലിയ ബൃഹത്തായ ഒരു മതില് പണിക്കാരനായിട്ടല്ല നമ്മുടെ നെഹമ്യാവിനെ വേദപുസ്തകം പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. ഇത്രയും നാളുകൾക്ക് ശേഷം നെഹമ്യാവിനെ പറ്റി ഞാൻ സുവിശേഷ ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രസംഗം നടത്തുന്നതിന്റെ കാരണം നെഹമ്യാവ് കേവലം ഒരു മതില് പണിക്കാരനായതുകൊണ്ടാണ്. ജെറുസലേമിന്റെ മതിൽ കേവലം ഒരു ഭൗതികമായ നിർമ്മാണവുമല്ല. അത് ആശ്ചര്യമായ ആ മതിൽ പണിയപ്പെട്ടു എങ്കിലും ഇന്ന് ഈ വേദഭാഗത്തിന് നമ്മുടെ കാലഘട്ടത്തിൽ വലിയ അർത്ഥമുണ്ട്. കാരണം എന്നറിയാമോ, നെഹമ്യാവ് ആ മതിൽ പണിയുവാൻ തക്കവണ്ണമാണ് വന്ന് അതിന്റെ ഒരുക്കത്തിലും അതിന്റെ നിർമ്മാണത്തിലും ആ മതില് പണിതതിന് ശേഷം ആ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിന് ചുറ്റും മറ്റു ചില ആത്മീയ മതിലുകൾ കൂടെ പണിതു. ആ ആത്മീയ കോട്ടകളുടെ ഭദ്രതയിലാണ്. നിങ്ങൾ ഓർക്കണം, നെഹമ്യാവിന്റെ കാലഘട്ടത്തിലാണ് വേദപുസ്തകത്തിൽ അവസാന പ്രവചനം എഴുതിയ മലാഖിയുടെ കാലഘട്ടം.
എന്ന് പറഞ്ഞാൽ നെഹമ്യാവ് യെരൂശലേം ജനത്തെ ഈ ആത്മീകമായ അനുഭവങ്ങളിലേക്ക് ഒരുക്കിയ ആ ഒരു ഒരുക്കത്തിന്റെ ബലത്തിലാണ് പ്രവചനങ്ങൾ നിന്നുപോയ പിന്നീടുള്ള ഏതാണ്ട് 400 വർഷക്കാലം ഇസ്രായേൽ ജനം അവരുടെ മശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നു. അത്ര ശക്തമായ ആത്മീയമായ ഒരു അടിത്തറ, ആത്മീകമായ കോട്ട പോലെയുള്ള ചില മതിലുകൾ, ഭൗതികമായ ആ മതിലുപണികളോടൊപ്പം നെഹമ്യാവ് യെരൂശലേമിലെ ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ ജീവിതത്തിന് ചുറ്റും പണിതു വെച്ചു. നമ്മൾ ഇന്ന് ഈ രാത്രി ചിന്തിക്കുന്നത് നെഹമ്യാവിന്റെ കേവലം ഭൗതികമായ മതിലുപണിയാണ്. മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ പ്രവചനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലത്തും അവരുടെ ആത്മീയ അടിത്തറ നഷ്ടമായി പോകാതിരിക്കുവാൻ നെഹമ്യാവ് യെരൂശലേം ജനതയ്ക്ക് ചുറ്റും പണിത ആത്മീകമായ 4 മതിലുകൾ ഈ രാത്രിയും നമ്മൾ ചിന്തിക്കുക. പുതിയ ഇസ്രായേലാവുന്ന ഈ പുതിയ സഭയിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ കാലഘട്ടം ക്രിസ്തുവിനെ നഷ്ടപ്പെടത്തക്കവണ്ണം നമ്മുടെ ആത്മീയതയുടെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ജീർണിച്ചുപോയ ആ മതിലുകളെ പണിയുവാൻ ഈ 4 മതിലുകൾ നമ്മുടെ ജീവിതങ്ങളോട് ചേർത്ത് പണിയുവാൻ ഈ ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്, നെഹമ്യാവ് ഈ മതിൽ പണിതത് എവിടെയാണ്? ഒന്നാമത് അദ്ദേഹത്തിന്റെ മതിൽ, ഞാനൊരു പോയിന്റ് പറയുവാൻ തക്കോണമുള്ള ഇളക്കത്തിൽ ഒന്നാമത് അദ്ദേഹം പണിത മതിൽ ഞാൻ പറയും, എ വാൾ ഓഫ് പ്രയർഫുൾ ടീയേഴ്സ്, പ്രാർത്ഥനാപൂർവമായ കണ്ണുനീരിന്റെ മതിലാണ് ജെറുസലേമിലെ മതിൽ. എന്താണ് അത്? ഞാൻ വിശദമാണ്. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം. ഹദല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം 20-ാം ആണ്ടിൽ ക്രിസ്തീയ മാസത്തിൽ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിച്ച കേൾക്കണേ. എന്റെ സഹോദരന്മാർ ഗുരുക്കനായ ഹനാനിയും യഹൂദയിൽ നിന്ന പുരുഷന്മാരുമാണ്. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാ കഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞ് അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഈ വർത്തമാനം കേട്ടപ്പോൾ അടുത്തെന്താ പ്രിയമുള്ളവരെ എഴുതിയിരിക്കും. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇന്ന് കരഞ്ഞു, കുറെ നാം ദുഃഖിച്ചു, ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ ആർപ്പിച്ചു. യെരൂശലേമിന്റെ മതില് പണിഞ്ഞു തുടങ്ങിയ ഫൗണ്ടേഷൻ അതൊരു മനുഷ്യന്റെ ഭൂമി. ഒരു മനുഷ്യന്റെ കണ്ണുനീരിലാണ്. എങ്ങനെ കണ്ണുനീരുവോ? കണ്ണുനീര് എന്താണ്? Tears is the purest form of prayer. കണ്ണുനീർ പ്രാർത്ഥനയുടെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട രൂപമാണ്. And tears is the purest form of love. കണ്ണുനീർ സ്നേഹത്തിന്റെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട ഭാഗമാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നെഹമ്യാവ് കരഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ, നെഹമ്യാവിന് മുമ്പ് ഇവിടെ പ്രവാസത്തിലായി നിന്ന തന്റെ സഹോദരങ്ങളിൽ കുറച്ചുപേർ സെരുബ്ബാബേലിനോടൊപ്പവും കുറച്ചുപേർ എസ്രായോടൊപ്പവും എവിടേക്ക് മടങ്ങിപ്പോയിരുന്നു? യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അവരെ അങ്ങനെ മടങ്ങിപ്പോയതിനു ശേഷം അവരെ പറ്റി വലിയ വിവരങ്ങളൊന്നുമില്ല. നെഹമ്യാവ് ബാബേലിൽ വളരെ ഉന്നതമായ നിലയിലാണ്, വളരെ കംഫർട്ട് സോണിലാണ്. അയാൾ താമസിക്കുന്നത് കൊട്ടാരത്തിലാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിലാണ്, പുള്ളി സേഫാണ്. ആരെ പറ്റിയും അന്വേഷിക്കേണ്ട ഒരു ബാധ്യതയും ആർക്കില്ല. സ്വന്തം ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ മറ്റൊരിടത്തേക്ക് പോയി. അവിടേക്ക് ഇപ്പോൾ ബാബേലിൽ തന്നെ താമസിക്കുന്ന നെഹമ്യാവിന്റെ സഹോദരൻ ഹനാനിയും കുറച്ചുപേരും
ഈ യെരൂശലേമിലേക്ക് ഒന്ന് തൽക്കാലത്തേക്ക് പോയി. അവിടെ പോയിട്ട് അവര് തിരികെ വരികയാണ്. തിരികെ വന്നപ്പോൾ ഈ മനുഷ്യൻ അവരോട് ചെയ്തെന്താണ്? അവരോട് ചോദിക്കുകയാണ്, ഇവിടുന്ന് പോയ എന്റെ സഹോദരന്, എന്റെ രക്തബന്ധൻ, എന്റെ ആളുകൾ, എന്റെ പള്ളി, എന്റെ ദേശം അവരെങ്ങനെ ഇരിക്കും? അവർക്കങ്ങനെ സുഖമാണോ? അത് ചോദിക്കേണ്ട കാര്യം അയാൾക്കില്ലല്ലോ. അയാൾക്ക് അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അയാൾ ചോദിച്ചു. ആ ചോദ്യം എവിടെ നിന്നാ ഉണ്ടായെന്നറിയാമോ? ബിക്കോസ് ഹി ഹോൾഡ്സ് ദിസ് റിലേഷൻഷിപ്പ് ഇൻ ഹിസ് ഹാർട്ട്. അയാളെ ബന്ധങ്ങളെ എവിടെയാ വെച്ചിരുന്നത്? ഹൃദയങ്ങളിലാണ് വെച്ചത്. അപ്പൊ തന്റെ ഹൃദയത്തിലുള്ളവർ വന്നവർ പറഞ്ഞു, അവരവിടെ മഹാകഷ്ടത്തിലായിരിക്കുന്നു, അവരവിടെ മഹാകഷ്ടത്തിനും സങ്കടത്തിനുമായിരിക്കുന്നു ഇവിടുന്ന് പോയവർ. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല തിരിച്ചവിടെ ചെന്നപ്പോൾ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഇല്ലിപ്പോ. മഹാകഷ്ടത്തിലും സങ്കടത്തിലും നിന്നയിലും അവരായിരുന്നു. മാത്രവുമല്ല, നമ്മുടെ ദേവാലയം തകർക്കപ്പെട്ടിരിക്കുന്നു, നമ്മുടെ നാടിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ നമ്മൾ സകലർക്കും നിന്നാപാത്രമായി തീർന്നു. കേട്ടപ്പോ തന്റെ ബന്ധങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചൊരു മനുഷ്യൻ ചങ്ക് പൊട്ടി കരഞ്ഞ കരച്ചിലാണ് ആ കണ്ണുനീർ. ആ കണ്ണുനീരിലാണ് ആ മതില് ഉണ്ട്. ഇന്ന് നമ്മളെല്ലാം ഉണർന്നു തുടങ്ങുന്ന എവിടെയാണ്? സങ്കീർത്തനക്കാരൻ ഒരു വാക്യം പറയുന്നു. സങ്കീർത്തനം 126 കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നെഹമ്യാവ് കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ കൊയ്തതാണ് യെരൂശലേമിന്റെ മതിൽ. ഇനി നിങ്ങൾ എന്നെ നോക്കണം. ഇന്ന് നമ്മുടെ തുടക്കങ്ങളെല്ലാം ആർപ്പോടെ. മാമോദീസായ്ക്ക് പള്ളിയിൽ ഇറങ്ങുമ്പം അന്നേരം തുടങ്ങും സെലിബ്രേഷൻ. കല്യാണത്തിന് പള്ളി കരിമ്പൻ 2 കോൺഗ്രസ്, ഹാളിലോട്ട് കയറിയാൽ അടുത്ത ആർപ്പ്, ചെറുക്കനെ പെണ്ണിനെയും കൊണ്ട് പോകാൻ അടുത്ത ആർപ്പ്, ആഘോഷങ്ങൾ, വീട് ആഘോഷങ്ങൾ, ആർപ്പ്, പെരുന്നാളിന് ആർപ്പ്. ആർപ്പില്ലാത്തതൊന്നുമില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ആർപ്പോടെ കൊയ്യുകയും കണ്ണുനീര് വിതയ്ക്കുകയും ചെയ്യും. ആർപ്പോടെ വിതയ്ക്കുകയും കണ്ണുനീര് കൊയ്യുകയും ചെയ്യുക. 1-ാം ദിവസം ആർപ്പോടെ കല്യാണം, 3-ാം ദിവസം കണ്ണുനീരോടെ വിവാഹമോഹം. എന്തുകൊണ്ടാണ് നമ്മുടെ പണികളൊന്നും സ്ഥിരമാവാത്തത്? എങ്ങനെയാണ് ഒരാളുടെ ജീവിതം പണിയപ്പെടേണ്ടത്? കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥനകളിലാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് വേറെ ഒന്നും അവന്റെ ജീവിതത്തില്ല. എല്ലാ ദിവസവും അവരെടുത്ത് വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. കാര്യം അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും അവരുടെ ജീവിതങ്ങൾക്ക് ചുറ്റും കണ്ണുനീര് കൊണ്ടൊരു വേലി കെട്ടുക, മതില് കെട്ടുക. വീട്ടിലൊരു പാമ്പിനെ കണ്ടാൽ ഉടനെ അമ്മ പറയും, പുതുപ്പള്ളി പുള്ളിയാണെന്ന് ഇത് നേർച്ച. കളിയാക്കാനല്ല ഞാൻ പറഞ്ഞത്. അവരെ കൊണ്ടാവുന്ന പോലെ അവരാ വീടിനൊരു വേലി കെട്ടുന്നു. അവരുടെ വിശ്വാസങ്ങൾ. വീട്ടിൽ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ പറയും, പള്ളിയിലേക്ക് 12 മെഴുകുതിരി. എന്തിനാണെന്നറിയാമോ? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ സത്യത്തിൽ നടന്നതെന്നറിയാമോ? അവർക്കറിയാവുന്ന ബോധ്യങ്ങളിൽ കണ്ണുനീര് കൊണ്ടൊരു വേലി കെട്ടുവാണ് മക്കൾക്ക്. ആ 12 മെഴുകുതിരി അവരെ സംരക്ഷിക്കുന്നൊരു ബോധ്യമാകുന്നു. ഇന്ന് എത്ര മാതാപിതാക്കൾ, എത്ര തലമുറയിൽപ്പെട്ടവർ ഏതെങ്കിലും ഒരു കാര്യം കണ്ണുനീരോടെ ആരംഭിക്കുന്നുണ്ട്. കണ്ണുനീരിന്റെ മധുരങ്ങൾ അന്യമായി ഒരു ലോകത്ത് ഇന്നെല്ലാം ആർപ്പോടെ ആരംഭിക്കുകയാണ്. എന്നിട്ട് ദുരന്തം വിതയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, പരസ്പരം ഒരു മനുഷ്യൻ ഞാൻ എടുത്തു പറയുന്നു,
യെരൂശലേമിലെ മതിൽ ഒരു മനുഷ്യൻ തന്റെ രക്തബന്ധങ്ങൾക്ക് ചുറ്റും കണ്ണുനീരോടെ പ്രാർത്ഥന കൊണ്ട് കെട്ടിയ മതിലാണ്. എവരി ക്രിയേഷൻ ബിഗിൻസ് ഇൻ ദ ഹാർട്ട് എന്ന് പറയും അല്ലേ? നിങ്ങളൊക്കെ വീട് പണിയാൻ തുടങ്ങുമ്പോൾ സത്യത്തിൽ ആ വീട് ആദ്യം ഉണ്ടാകുന്നത് എവിടെ ആദ്യം ഉണ്ടാകുന്നത് വീട്? നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിലൊരു വീട് പണി, അതിൽ ഓരോ മുറിയും ആർക്കും നമ്മൾ കൊടുക്കും. എല്ലാവർക്കും അതിലൊരു ഇടമുണ്ടാകും. നെഹെമ്യാവിന്റെ മതിലിൽ ഹൃദയത്തിലാണ് ഈ മതിലുണ്ടാകുന്നത്. കാരണമെന്നറിയാമോ? എന്തിനു വേണ്ടിയാണ് അത് ഉണ്ടാക്കി? നമുക്ക് പ്രിയപ്പെട്ടവർ സുരക്ഷിതമായി കഴിയണം. അവരോടുള്ള ഒരു സ്നേഹത്തെ പ്രതി ആ മനുഷ്യൻ ഹൃദയം കൊണ്ട് പണിത മതിലാണ്, കണ്ണുനീര് കൊണ്ട് പണിത മതിലാണ്, പ്രാർത്ഥനയോടെ പണിത മതിലാണ്. ഏത് യെരൂശലേമിന്റെ മതിൽ. ഇന്ന് ബന്ധങ്ങളെല്ലാം തകർന്നടിയുകയാണ്. കാരണം ആരും പ്രാർത്ഥന കൊണ്ടൊരു കോട്ട കെട്ടാനുണ്ട്. ഈ അടുത്ത സമയത്ത് യൂട്യൂബിലൊക്കെ വളരെ വൈറലായ ഒരു പ്രശ്നമുണ്ട്. അത് ഒരു കത്തോലിക്ക അച്ഛന്റെ കുറച്ച് നാളുകളായി ഈ കോട്ടയത്തിനടുത്ത് അടിച്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലൂക്കോസ് ജോസഫ് എന്ന് പറയുന്ന ഒരു ഗ്രഹനാഥൻ സ്വയമായിട്ട് കത്തി കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യും. പല രീതിയിൽ മനുഷ്യർക്ക് ആത്മഹത്യ ചെയ്യാം. പക്ഷെ ഒരാൾ സ്വയമായിട്ട് കത്തി കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്യണമെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന അത്രമേൽ ജീവിതത്തോട് അയാൾക്ക് നിരാശയും വൈരാഗ്യവും ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇയാളുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വീട്ടിൽ വെച്ച് അവരുടെ പള്ളിയിലെ മുൻ വികാരിയായിരുന്ന ഫാദർ സജി അദ്ദേഹം ചെയ്ത പ്രസംഗമാണ് അല്പം വൈറലായി. അതിന്റെ കാരണം സാധാരണ മന്ന വീട്ടിൽ ആരും ആരെയൊക്കെ മോശമെന്ന് പറയുന്നത്. പക്ഷെ ഈ അച്ഛൻ പറഞ്ഞു, ഞാനിവിടെ വികാരിയായിരുന്ന സമയത്ത് ഞാൻ നിരന്തരം ഈ വീട്ടിൽ വരുവാൻ. ഈ ലൂക്കോസ് ജോസഫ് അച്ചായൻ ഔദ്യോഗികമായ ജീവിതത്തിൽ വലുതായിട്ട് ജയിച്ചൊരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ വീട്, ഈ കാറ്. എന്റെ 2 ആൺമക്കൾ, ഒരാൾ ഓസ്ട്രേലിയയിലും ഒരാൾ വേറെ ഏതോ യൂറോപ്യൻ കൺട്രിയിലുമാണ്. 2 പേരെയും അവിടെ അയച്ച് പഠിപ്പിക്കാനും ജോലി മേടിച്ചു കൊടുക്കാനും 3 കോടി രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടെന്ന് ഈ അച്ചായൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറയുകയാണ്, എന്നും അദ്ദേഹം പറയുകയാണ്. പക്ഷേ ഈ മനുഷ്യൻ തന്റെ കുടുംബ ജീവിതത്തിൽ തോറ്റുപോയി. കാരണം ഈ വീട്ടിൽ എപ്പോഴും ലൂക്കോസ് ജോസഫ് അച്ചായൻ പ്രഭിസ്ഥാനത്ത്. ഞാൻ ഈ വീട്ടിൽ വന്നിരുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ പല തവണ ഇവരോട് സംസാരിച്ചിരുന്നു. ഈ 2 മക്കളും ഈ അപ്പനോട് സംസാരിക്കാതായിട്ട് നാളുകൾ. മക്കൾ അപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഈ പോയി ആഗ്രഹിച്ചു. എന്നിട്ട് പുള്ളി പറയുകയാണ്, ഒരു മോൻ ഇപ്പോഴും അടക്കത്തിന് വന്നിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ നോക്കി അച്ഛൻ പറഞ്ഞു, നീ ഇത് അവിടെ ഇരുന്ന് കാണുന്നുണ്ടെന്ന് എനിക്ക്. നിനക്കായിരുന്നല്ലോ കൂടുതൽ വാശി. അച്ഛൻ ആ പ്രസംഗം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ വാശിയൊക്കെ കാണിച്ചിട്ട് ഇനി നീ ആരെ അപ്പ എന്ന് വിളിക്കും. അങ്ങനെയാണ് ആ വീഡിയോയുടെ ടാഗ്ലൈൻ. ഇനി നീ ആരെയും പ്രിയമായ ഒരു കാര്യം ഞാൻ പറയും, ഒരു ഭർത്താവിന്റെ ഉത്തരവാദിത്വം എന്നറിയാം. ഒരു വീട്ടിലെ ഗൃഹനാഥന്റെ ഉത്തരവാദിത്വം പ്രാർത്ഥന കൊണ്ട് തന്റെ പങ്കാളിക്ക് ചുറ്റും ഒരു മതില് കെട്ടുക എന്നുള്ളത്. ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം എല്ലാ ദിവസവും പ്രഭാതത്തിൽ തന്റെ പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് ഒരു മതില് കെട്ടുക എന്നുള്ളതാണ്. ഓരോ അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം ഓരോ നിമിഷവും മക്കളുടെ ജീവിതങ്ങൾക്ക് ചുറ്റും കണ്ണുനീരിന്റെ പ്രാർത്ഥനകൾ കൊണ്ടൊരു മതില് കെട്ടുക എന്നുള്ളതാണ്. ഞാൻ വെറുതെ പറയുന്നതാണ്. നമുക്കറിയാം, പൗലോസിനെ വിധിക്കുവാൻ കൊണ്ട് ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന കപ്പൽ ഈശാനുവേല കാറ്റടിച്ച് പതരുകയും ബാക്കിയുള്ളവരെല്ലാം അലറി അടിക്കുന്ന തിരമാലകളിൽ ഇപ്പോൾ വീണ് തങ്ങൾ നശിച്ചു പോകുമെന്ന് അലറിക്കരയുന്ന ഒരു സീനുണ്ട് അപ്പോസ്തല പ്രവൃത്തി. ആ സമയത്ത് പൗലോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് പറയുന്ന ഒരു പ്രസംഗം വായിക്കുന്നു. പൗലോസ് അവരോട് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 24. പൗലോസ് അവരോട് പറയുന്നുണ്ട്, നിങ്ങളാരും പേടിക്കുന്നു, നിങ്ങളുടെ ആരുടെയും ജീവൻ ആപത്തൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഈ അലറിക്കലയുന്ന
തിരമാലകൾ കാണുമ്പോൾ ഞാൻ അതൊന്നും കാണുന്നില്ല. ഇന്നലെ രാത്രിയും സ്വർഗത്തിലെ ദൂതൻ എൻ്റെ എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, പൗലോസേ, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ ജീവനെ ഞാൻ നിനക്ക് ദാനമായി തന്നു. എന്തൊരു വാക്യമാണ്! നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ ജീവൻ ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് നമുക്കിത് പ്രശ്നമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ. ഓരോ ദിവസവും എല്ലാവരും പരസ്പരം ഓർക്കണം, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെ ജീവൻ ദൈവം നിങ്ങളുടെ കയ്യിൽ ദാനമായി തന്നു. അവരുടെ ജീവന്റെയും പ്രാണന്റെയും മാനത്തിന്റെയും കാവൽക്കാർ നമ്മളാണ്. അവർക്ക് ചുറ്റും വേലി കെട്ടാനുള്ള ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. ഒന്നാമത്, നെഹമ്യാവ് അവരുടെ നിന്ന മാറുവാൻ തക്കവണ്ണം ഒരു മതിൽ കെട്ടിയപ്പോൾ ഒന്നാമത് അവൻ കെട്ടിയ മതിൽ എന്താണെന്നറിയാമോ? വാൾ ഓഫ് പ്രയർഫുൾ ടീയേഴ്സ്. ബന്ധങ്ങൾക്ക് ചുറ്റും പ്രാർത്ഥനയുടെ കണ്ണുനീരുകൾ കൊണ്ട് ഒരു മതിൽ കെട്ടുവാൻ തക്കവണ്ണം നിങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു. ഇന്ന് വല്ലാതെ നമ്മുടെ ജീവിതങ്ങൾ ഇടിഞ്ഞു കിടക്കുന്ന ഒരു മതിലാണ്. നമ്മുടെ ബന്ധങ്ങൾക്കുള്ളിൽ നിന്ന് ക്രിസ്തു നഷ്ടമായി പോകാതെ, ബന്ധങ്ങൾ തന്നെ നഷ്ടമായി പോകാതെ, ഒന്നും ആർപ്പോടെ വിതച്ച് കണ്ണുനീര് കൊയ്യരുത്. കണ്ണുനീരോടെ വിതച്ച് ആർപ്പോടെ പെയ്യുവാൻ തക്കണം. ദൈവസന്നിധിയിൽ കണ്ണുനീരം അടിസ്ഥാനമിട്ട് നമ്മുടെ ജീവിതം പണിയുവാൻ ഈ വേദഭാഗം ഒന്നാമത് നമ്മുടെ ആവശ്യം. രണ്ടാമത്, നെഹമ്യാവ് പണിത മതിൽ ഏതാണ്? ഞാൻ പറയും, ഇറ്റ്സ് എ വാൾ ഓഫ് ഡിവൈൻ ഗ്രേസ്. ദൈവ കൃപയുടെ മതിൽ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. ഇവിടെ നമ്മൾ വായിക്കുന്നു, അതിന് ഞാൻ അവരോട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, നിങ്ങളതൊന്നും ഓർത്ത് എന്റെ കൂടെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. എന്റെ കൂടെ ഞാൻ ചൊല്ലി തന്നതിന് ശേഷം സ്വർഗത്തിലെ ദൈവം അവർക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും, അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നെഹമ്യാവല്ലാതെ വേറെ ആര് അവിടെ ഇരുന്നാലും യെരൂശലേമിന്റെ മതിൽ പണിയുവാനായി. ഹി വാസ് സച്ച് എ പവർഫുൾ പേഴ്സൺ. നിങ്ങൾ ഓർക്കണം, ഈ കാര്യം പറഞ്ഞു കഴിയുന്ന ഉടനെ രാജാവ് നെഹമ്യാവിനെ ബാബേലിലെ ഗവർണറായിട്ടാണ് നിയമിക്കുന്നത്. അത്ര പവർഫുള്ളാണ്. ബാലഭാക്രവാഹനെ എല്ലാ ഉത്തരവാദിത്വം നൽകി ഗവർണറായിട്ട് നിയമിക്കുക. അത്ര പവർഫുൾ ആയിരുന്നു നെഹമ്യാവ് രാജധാനി. സത്യത്തിൽ നെഹമ്യാവിന്റെ സ്വാധീനവും വ്യക്തിപ്രഭാവവും മൂലം തന്നെയാണ് ഒരു വാക്കുപോലും മറുത്തു പറയാതെ ഈ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ ബാബേലിലെ പേർഷ്യൻ രാജാവ് നെഹമ്യാവിനെ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുവാനുള്ള സർവ്വ സജ്ജീകരണവും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും എഴുത്തും ശുപാർശക്കത്തും തടിയും എല്ലാം തങ്ങി എവിടേക്ക് അയക്കുന്നത്? സത്യത്തിൽ യെരൂശലേമിന്റെ മതില് പണിതത് നെഹമ്യാവിന്റെ കഴിവും സ്വാധീനവും കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ആ വാചകവും എത്ര ആഴമുള്ള വാചകമാണ്. അദ്ദേഹത്തെ ഭരിച്ചൊരു ബോധ്യം ആണ്. ഒരിക്കൽ പോലും ഈ നെഹമ്യാവിന്റെ പുസ്തകം അവസാനിക്കുന്ന സമയം വരെ ഞാൻ കാരണമാണ് ഇത് പണിതെന്നൊരു വാക്കാര് പറഞ്ഞിട്ടില്ല. ആര് പണിതിട്ടില്ല? ഞാനില്ലായിരുന്നെ കാണാമായിരുന്നെന്ന് നെഹമ്യാവ് പറഞ്ഞിട്ടില്ല. പകരം ആ മനുഷ്യൻ 2 തവണ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്യം ഞാൻ വായിക്കും. നെഹമ്യാവ് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. അവിടെ പറയുകയാണ്, അതിന്റെ അവസാനം
എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. രാജാവ് അനുമതി കൊടുത്തതിനെ പറ്റിയാണ് നെഹമ്യാവ് പറയുന്നത്. ഞാൻ ചോദിച്ചു, രാജാവ് അതൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ ആ മനുഷ്യൻ പറഞ്ഞത് എന്താ? രാജാവ് എനിക്ക് അനുമതി തന്നതാണ്, പക്ഷെ അതിന്റെ കാരണം എന്താ? എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എനിക്കത് തന്നു. അവിടെ മാത്രമല്ല, ആ അധ്യായം അവസാനിക്കുമ്പോൾ 20-ാം വാക്യം എന്താ? 18-ാം വാക്യം. അവിടെയും നമ്മൾ വായിക്കുന്നു, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ എന്ന് പറയുന്നു. അപ്പൊ വീണ്ടും ആ മനുഷ്യൻ ഓരോ തവണയും ആവർത്തിച്ച് തന്നോട് തന്നെ പറയുകയാണ്, ഇതൊന്നും എന്റെ സ്വാധീനവും, ഇതെല്ലാം എനിക്ക് സാധ്യമായതിന്റെ കാരണം എന്താണ്? ദൈവത്തിന്റെ കൈ എന്നുള്ളത്. ഇന്ന് എല്ലായിടത്തും പ്രാഞ്ചിയേക്കന്മാർ വരുന്ന കാലം, പ്രത്യേകിച്ച് ആത്മീയമേഖല. പൗലോസിനെ ഈ ഒരു അപകടത്തെ വളരെ വ്യക്തമായി കാണുന്നു. പൗലോസിന്റെ അത്രയും സഭ പണിത മറ്റൊരാളില്ലല്ലോ. യേശുക്രിസ്തു കഴിഞ്ഞാൽ അക്രമാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് തന്നെ കിട്ടിയുള്ള കൃത്യമായ വാക്ക് പറയുന്നത്, ഫോർ വി ഓൾ ആർ ഗോഡ്സ് ഫെല്ലോ വർക്കേഴ്സ്. ഞങ്ങൾ ആരാണ്? ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഓരോ പണിയും ഞങ്ങൾ സ്വയമേ ചെയ്യുന്നു. ഞങ്ങൾ ഏതെങ്കിലും ഒരു പണി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആരോടൊപ്പമാണ്? ദൈവത്തോടൊപ്പമാണ്. അതുകൊണ്ടാണ് യജമാനൻ വരുമ്പോൾ നേരെ തൂങ്ങായിട്ട് തന്നോടൊപ്പം പണിതു എന്നാണ് അവിടെ പറയുന്നത്. ആ പാഠ്യം അവനോടൊപ്പം പണിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ വേലയും നമ്മൾ വിചാരിക്കും നമുക്ക് ആരോഗ്യമുള്ളതുകൊണ്ട്, നമുക്ക് കഴിവുള്ളതുകൊണ്ട്, നമുക്ക് പണമുള്ളതുകൊണ്ട് നമ്മൾ പണിതുണ്ട്. ചിലരൊക്കെ പറയും, ഐ ആം എ സെൻസ് മെയ്ഡ് മാൻ. അങ്ങനൊന്നും ഇല്ലല്ലോ. സെൽഫ് മെയ്ഡായിട്ട് നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റും. ദൈവത്തിന്റെ ദയുള്ള കൈ അനുകൂലമായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് കഴിയുന്ന മൊത്തമായി ബോധ്യം നമുക്കുണ്ടാകും. ഞാനൊരു പള്ളിയിലെ കൺവെൻഷന് പോയി ഇറങ്ങുകയാണ്. തെക്ക ഒരു പള്ളിയാണ്. ഞാൻ അവിടെ നമസ്കാരം തുടങ്ങി. അപ്പൊ ഞാൻ തൊട്ട് പിടിച്ച സ്കൂട്ടറെ നിറങ്ങി ഞാൻ ഫർദൂപ്പായൊക്കെ എടുത്തോണ്ടിരിക്കുന്നു. അവിടുത്തെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് അച്ഛായ അകത്തെ ട്രസ്റ്റിയെ സെക്രട്ടറിയെ നോക്കി ഭയങ്കര ഒച്ചത്തിൽ ഷൗട്ട് ചെയ്യുക. അയാൾ പറയുന്നതാണ്, നീയൊക്കെ എന്നാടാ ഇതിനകത്ത് കയറിയത്? നീയൊക്കെ എന്നാ ഇവിടെ വന്നേ? ഞാനൊക്കെ ഇവിടെ എന്താ ചെയ്തതെന്നൊക്കെ നീ ചോദിച്ചു നോക്കണം. ഞാൻ ആരായിരുന്നു അറിയാമോ? എന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെ ചെയ്തെന്നറിയാമോ? നമസ്കാരം തുടങ്ങിയ സമയമാണ്. ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഞാൻ ആരാണോ? നമുക്കൊന്നും മനസ്സിലായില്ലേ? നമ്മുടെ അല്പത്തരമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മളെ പള്ളിയിലോ എവിടെയെങ്കിലും ഒരു സ്ഥാനം ഏൽപ്പിച്ചു, മറ്റ് മനുഷ്യർ കൊണ്ടുതരുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു. പിന്നെ ഈ മനുഷ്യന്റെ ഭാവം, നമ്മൾ ആരാണ്? മേലോട്ടെടുക്കുന്ന ശ്വാസം താനോട്ട് വിടാനില്ലെങ്കിൽ ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ്. നമ്മളെ കൊണ്ട് ഒന്നും സാധ്യമല്ല. കോവിഡ് നമുക്കറിയാം, വെസ്റ്റേൺ വേൾഡൊക്കെ മെഡിക്കലി വളരെ വീർന്ന് നിൽക്കുന്നതായിരുന്നു നമ്മുടെ ചിന്ത. പക്ഷെ ആ ധാരണകളൊക്കെ മാറ്റിയ ഒരു മഹാമാരിയായിരുന്നു കോവിഡിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആദ്യ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ മരണം നടന്നത് ഇറ്റലിയിലാണ്. നമുക്കറിയാം, ഓർക്കുന്നുണ്ടാവും, മാർപ്പാത്ത 6 ലക്ഷത്തിലധികം ആളുകൾ എല്ലാ ഞായറാഴ്ചയും എന്ന ആ ചക്രത്തിലൂടെ ഏകനായി നടക്കുന്ന ചിത്രമൊക്കെ പത്രത്തിൽ നമ്മൾ കണ്ടതാണ്. ആ കോവിഡ് ആദ്യ 2 ആഴ്ച അവസാനിക്കുമ്പോൾ 25,000 പേര് ഇറ്റലിയിൽ മരണപ്പെട്ടു. അതിന്റെ അവസാനം പത്രമാധ്യമങ്ങളോട് അവിടുത്തെ ആരോഗ്യമന്ത്രിയും പ്രധാനമന്ത്രിയും സംസാരിക്കുന്ന ഒരു പ്രസ് മീറ്റ് ഇപ്പോഴും യൂട്യൂബിലൊക്കെ കിടക്കുന്നു. അതിന്റെ അവസാനം അവര് പറഞ്ഞു നിർത്തുന്നിടത്ത് ആ മന്ത്രി കരയുന്നു. അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇപ്രകാരമാണ്: ശാസ്ത്രത്തിന് ചെയ്യാവുന്നതും സർക്കാരിന് ചെയ്യാവുന്നതുമെല്ലാം ഈ വിഷയത്തിൽ ഇക്കരി ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ അത് ഉയരത്തിൽ നിന്നും വരാൻ.
നമ്മളെല്ലാം സാക്ഷ്യം വേണം. കോവിഡ് വന്നവർ എത്ര പേരുണ്ട്? കോവിഡ് വന്നവർ എല്ലാവരും അന്ന് പങ്ക് കിട്ടിയവരാണ്. ഞാനും 17 ദിവസം ഹോസ്പിറ്റലിൽ. ഒറ്റയിടത്തുനിന്ന് വിടുതലുള്ളൂ. നമ്മൾ എത്ര കേമന്മാരാന്ന് പറഞ്ഞാല് ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് ഒരു വാതിൽ തുറന്നില്ലെങ്കിൽ നമ്മൾ പണിയുവാണ്, നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മുടെ ദാസന്മാരാണ്. സ്വർഗത്തിലെ ദൈവമാണ് നമ്മൾ തുടങ്ങി വെക്കുന്നതെല്ലാം സാധ്യമാക്കുന്നത്. തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകും. നമ്മൾ തുടങ്ങി വെക്കുന്നു, ഉപകരണങ്ങളാവുന്നു. നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ മാത്രമാകുന്നു. ഏത് പണിയിൽ, ഏത് ജീവിതത്തിലും നമ്മൾ അങ്ങനെ മാത്രമാകും. എനിക്ക് മറ്റൊരു ഉറച്ച ബോധ്യം കൂടിയുണ്ട്. എന്താണ് എനിക്ക് നെഹമ്യാവിനെ ഇത്ര ഉറപ്പിച്ചത് പറയാൻ കാരണം അറിയാം? ഒരു കാരണം, നെഹമ്യാവ് ഇപ്പോൾ യെരൂശലേമിലേക്ക് വന്നത് എവിടെ നിന്ന്? ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ തലേന്ന് പോയോ? എവിടെ നിന്നാ ഇപ്പൊ യെരൂശലേമിലേക്ക് മടങ്ങി വന്നേ? ബാബേലിൽ. ബാബേലിൽ ഒരു കെട്ടിടം നിൽക്കുമ്പോ പണി തീരാത്ത ഒരു കെട്ടിടം. ഏതാവത്? ബാബേൽ ഗോപുരം. അതിങ്ങനെ നിരന്തരം കണ്ടോണ്ടിരുന്നൊരു മനുഷ്യനറിയാം, ദൈവം പണിയാത്തതൊന്നും ഈ ലോകത്തിൽ പൂർത്തിയാവും. ദൈവം പണിയാത്തതെല്ലാം ഇടിഞ്ഞു പോകും. ദൈവത്തോട് മറുതരിച്ച് മനുഷ്യൻ അഹങ്കാരത്തിൽ പണിയാൻ തുടങ്ങിയാതെ ഇടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നെഹമ്യാവ് ഗോപുരം ഒന്നും പണിതില്ല, ചെറിയ മധുര പണിതപ്പോഴേ ആദ്യം പറഞ്ഞു, ഞാനല്ല, സ്വർഗത്തിലെ ദൈവം അവന്റെ ദാസന്മാരായ ഞങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിജയങ്ങളിലും ദൈവത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഒരുപക്ഷെ എനിക്കുണ്ടാവും, ഈ അച്ഛൻ എന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ ഇതേ പിടിച്ചോണ്ടിരിക്കുന്നത്, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുന്നത് എന്തിനാന്നൊക്കെ ഒരുപക്ഷെ എന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി. അതിന്റെ കാരണം ഒന്നറിയാമോ? എനിക്കിങ്ങനെ നിൽക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത്രമാത്രം വേദന എനിക്കുള്ളൂ. ഞാൻ വലിയ പ്രതീക്ഷയോടെയൊക്കെ അച്ഛനായി 4 മാസം കഴിഞ്ഞ ധനഹ ശുശ്രൂഷ നടത്താൻ തുടങ്ങിയപ്പോൾ 2007 എന്റെ നടുവിരുന്നാണ്. അപ്പൊ അന്ന് നമ്മുടെ വളരെ നല്ല ശബ്ദം, ഇപ്പൊ എല്ലാവരും പറഞ്ഞു നല്ല അച്ഛൻ, നല്ല പാട്ട്, നല്ല കുർബാന, നല്ല പ്രസംഗം. അപ്പൊ നമ്മളങ്ങ് ഭയങ്കര നമ്മൾ ആഗ്രഹിച്ച ജീവിതമാണ്, നമ്മൾ ആഗ്രഹിച്ചാണ് എന്റെ ജീവിതമായിരുന്നു. പക്ഷെ അന്ന് ആ കുർബാന പൂർത്തീകരിച്ചത് വലിയ വേദനകളില്ല. എന്നത് വിശദമാക്കി പറയാൻ സമയം പോകുമെന്ന് അത്രയും ഞാൻ പറഞ്ഞു. ആരും എനിക്ക് പറഞ്ഞതനുസരിച്ച് ഞാൻ വെല്ലൂരിൽ പോയി. ഇപ്പോഴും രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു 3/4 മണിക്കൂർ ഒരേ നിൽപ്പ് നിന്ന് കഴിയുമ്പോൾ എൻ്റെ കാലിൽ നിന്ന് നടുവിലേക്ക് നല്ല വേദന ജനറേറ്റ് ചെയ്യും. പിന്നെ നമ്മളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് മാറുകയും ചെയ്യും. മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രശ്നവുമില്ല. പക്ഷെ നിൽക്കാൻ എങ്ങും പിടിക്കാതെ 3/4 മണിക്കൂർ കൂടുതൽ എന്നാ വേദനയായി. അപ്പൊ ഇതുവരെ വെല്ലൂരിൽ എങ്ങനെയെല്ലാം പോയിട്ട് രോഗം കണ്ടുപിടിച്ചിട്ട് നമ്മളത് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അവസാനം 21 ദിവസം ഉണ്ട് കിടന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛനെ ജീവിതാവസാനം വരെ ഈ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ഒന്നും പറയാനില്ല. അപ്പൊ അച്ഛന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, യു ഹാവ് ടു ചേഞ്ച് യുവർ പ്രൊഫഷൻ. അവർക്കത് വളരെ എളുപ്പമായിരുന്നു പറയാൻ. ഏകദേശം നോക്കി ഡോക്ടർ മാത്യു പറഞ്ഞു, either you have to change your profession or you have to change your position when you have been. വേറെ വരുമ്പോ ആ പൊസിഷൻ അച്ഛനൊന്ന് മാറ്റിയെങ്കിൽ അച്ഛനെ വേദനയായി പോകും. അപ്പൊ അതിനായിട്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. നമുക്ക് കുർബാനങ്ങനെ കാലഘട്ടത്തിലോട്ട് മാറ്റി നിൽക്കാൻ പറ്റുമോ? സദ്യസമടങ്ങി. അപ്പൊ ഞാൻ ഒരു വലിയ നിരാശയിലായി. ഞാൻ വിചാരിച്ചു ഒരു 5-6 മാസം മുമ്പ് ഇത് അറിയുമായിരുന്നെങ്കിൽ ഒരു പെങ്കൊച്ചിനെ വെറുതെ ജീവിതത്തിലോട്ട് ക്ഷണിക്കുന്നു. കല്യാണം കഴിയും അവളൊന്നും അറിഞ്ഞിട്ട് വലിയ നിരാശയിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. എന്നെ വിട്ടത് പരിശുദ്ധ പൗലോസ് തിരുമേനിയാണ്. അപ്പൊ തിരുമേനി എടുക്കാൻ വന്നിട്ട് ഇത് പറയാൻ, തിരുമേനി ഓൾറെഡി ഇത് അറിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ തിരുമേനി എടുക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു വിഷയമാണ്. തിരുമേനി എന്നെ ഏത് പള്ളി വിട്ടാലും ആൾക്കാർ പറയും വയ്യാത്തതിന് എനിക്ക് വേണ്ടാന്ന്.
അതുകൊണ്ട് തിരുമേനി ഞാൻ NTH പഠിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ ഞാൻ മിഷൻ ഫീൽഡ് ഞാൻ ഈ കൊസ്താഫിയുടെ ഞാൻ നിന്നായിട്ട് തിരുമേനി മിഷൻ ഫീൽഡ് ഇതാവുമ്പോൾ എന്റെ വൈഫിനോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവളും നല്ലതാണ് ഒരേവേളയ്ക്ക് ഇറങ്ങിയതല്ലേ, അപ്പൊ അവസാനം വരെ അത് ചെയ്യാം. അപ്പം ബാബ എന്നെ ചേർത്ത് പിടിച്ചത് ഞാൻ നേരത്തെ കരഞ്ഞു പോയി. ബാബ എന്നെ ചേർത്ത് പിടിച്ചത് പറഞ്ഞു, അച്ഛനെ പട്ടം തന്നത് ഞാനല്ല, അച്ഛൻ ദൈവം നടത്തും എന്നൊരു വിശ്വാസം ഒരു അച്ഛനില്ല. ഉണ്ടാവും. നാളെ പിന്നെ അച്ഛൻ ഏത് ദൈവത്തേക്ക് ഈ മനുഷ്യരോട് പറയാമോ? അതുകൊണ്ട് അച്ഛനെ പട്ടുന്നത് ഞാനല്ല. ഞാൻ പറയുന്നത് വരെ അച്ഛൻ കുർബാന തരണം. എന്ന് കുർബാന ചൊല്ലുന്ന സമയത്ത് അച്ഛൻ വീഴുന്നു, അതിനുശേഷം ചൊല്ലണ്ട. അതുവരെ ചൊല്ലണം. വേദനയാണെങ്കിൽ വേദന അനുഭവിച്ചുകൊണ്ട് ചൊല്ലണം. അതിനുവേണ്ടിയാണ് പുരോഹിതന് വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വേദനയാണെങ്കിലും അച്ഛൻ പറയണം. വേദനയാണെങ്കിലും എല്ലാ ശുശ്രൂഷയും ചെയ്യണം. ആ ശുശ്രൂഷയെ ദൈവം പൂർണ്ണപ്പെടുത്തും. ഇനിയിപ്പം നമുക്ക് എല്ലാ ആരോഗ്യം ഉണ്ടെങ്കിലും ദൈവം വിചാരിച്ചാലല്ലേ നമുക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേക്കാൻ പറ്റുള്ളൂ. ദൈവം വിചാരിച്ചാലല്ലേ നമുക്കൊന്ന് നിൽക്കാൻ പറ്റുള്ളൂ. ദൈവം വിചാരിച്ചാലല്ലേ ഇന്ന് വീട്ടിൽ പോയി കിടക്കാം. അത് എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ, അച്ഛൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ദൈവം കൂടെ ഉണ്ട്. എന്റെ മരണം വരെ ഞാൻ അച്ഛൻ്റെ കൂടെയും കാണുന്നു, അച്ഛൻ എന്റെ കൂടെയും കാണുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും പ്രാപിച്ചു. ഞാൻ പറഞ്ഞത് എല്ലാം നേടി അച്ഛനുമായി ആഗ്രഹിച്ചായതാണ്. ഇന്ന് കുർബാന ചൊല്ലണമെങ്കിൽ ദൈവം വിചാരിക്കണം. ഇപ്പൊ എല്ലാ ദിവസവും കുർബാന കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പ്രസംഗത്തിന് കയറുമ്പോൾ പ്രാർത്ഥിക്കും. ഇന്നത് പൂർത്തീകരിക്കാൻ, ഇന്നിതൊന്ന് പൂർത്തീകരിക്കാനുള്ള കൃപ വേണം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ആ രോഗം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അച്ഛന് അതിനുശേഷമുള്ള അച്ഛന് കാര്യം വേണ്ട. ഞാനിത് പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ദൈവമുണ്ട് എന്ന ഓരോ ബോധ്യത്തിലല്ലാതെ നീ പൂരിടത്തിൽ കയറിക്കാൻ പറ്റിയത്. അതുകൊണ്ട് അഗാധമായ ആശ്രയബോധത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഞാൻ ഓരോ വാക്ക് നിങ്ങൾക്ക് സംസാരിക്കുന്നത്. ഇത് ഞാൻ കടന്നു പോകുന്ന ജീവിതമാണ്. പോകട്ടെ ഫീലുള്ളത്. അതുകൊണ്ട് നമ്മൾ വലിയ മിടുക്കന്മാരാണെന്ന് കരുതരുത്. എത്ര മിടുക്കുണ്ടെങ്കിൽ ഒന്ന് നേരെ നിൽക്കാൻ, സമയത്തൊരു വാതിൽ തുറന്നു കിട്ടാൻ ദൈവം വിചാരിക്കും. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയുകയുമില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനും. അതുകൊണ്ട് നെഹമ്യാവ് ആ ജനത്തിന് ചുറ്റും പകർന്നു കൊടുത്ത വലിയ ആത്മീയമായ പ്രത്യാശ അതാണ്. സ്വർഗത്തിലെ ദൈവം പരിസ ദാസന്മാരായ നമ്മൾ മൂന്നാമത് ജനത്തിന് ചുറ്റും നെഹമ്യാവ് കൊലചെയ്തെടുത്താണ് അവരുടെ ജീവിതത്തിന് ചുറ്റും പറഞ്ഞ മൂന്നാമത്തെ മതിൽ. A wall of divine mercy and righteousness. ദൈവിക നീതിയുടെയും കരുണയുടെയും മതിലായി. എനിക്കറിയാം 53 ദിവസം കൊണ്ട് മതിലിന്റെ പണി നെഹമ്യാവ് പൂർത്തീകരിച്ചു. അതിനെപ്പറ്റി ഒരുപാട് പറയാൻ എന്തിലേക്കൊന്നും പോകുന്നു, ഇതൊരു വിഷയമാണ് എല്ലാത്തിനും. മതിൽ പണിയൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ നെഹമ്യാവ് അതിന് അവിടെ നിന്ന് പോന്നില്ല, ദർശനത്തിൽ നിന്ന് പോയില്ല, മടങ്ങിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞതിന്റെ കാരണം. നെഹമ്യാവിന്റെ ഉദ്ദേശം കേവലം മതിൽ പണിയായിരുന്നു. മതിൽ പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് ഈ പണികളൊക്കെ നടക്കുമ്പോൾ നേരത്തെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ, നേരത്തെ വന്നവർ, ഹനാനി വന്ന് പറഞ്ഞ നിന്റെ സഹോദരങ്ങൾ അവിടെ കഷ്ടത്തേലും എന്നേലുമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ മനുഷ്യർ, അവർ നെഹമ്യാവിനെ കാണുവാൻ വേണ്ടി വന്നു. എന്നിട്ട് നെഹമ്യാവിനോട് പരാതി പറയുകയാണ്. അവരുടെ സ്വന്തം നാട്ടിലാണ് അവർ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അവരോട് പറയുന്ന പരാതി ഞാനത് വായിക്കും. നെഹമ്യാവിന്റെ വന്ന് പറയുകയാണ്, 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളിക്കും. ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകുന്നുണ്ട്, ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കും. 1-ാമത്തെ വാക്യം, ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയമെടുക്കി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നത്. 4-ാമത്തെ വാക്യം, രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടം മേടിച്ചിരിക്കുന്നു. 5-ാം വാക്യത്തെ അവസാനം പറയുന്നു, ഞങ്ങളുടെ മക്കളെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ചുരുക്കമായി വായിച്ചതാണ്. അപ്പൊ അവര് വന്ന് പറയുന്നതെന്നറിയാമോ? നേരത്തെ അവർ പ്രവാസത്തിലായിരുന്നു, അവിടെ അവർ ദണ്ഡിപ്പിക്കപ്പെട്ടു ദാസന്മാരായി ജീവിച്ചു.
ഇപ്പം സ്വന്തം നാടിനെ മടങ്ങി വന്നാൽ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാണ് യെരൂശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ നേരത്തെ അവിടെ താമസിക്കുന്ന ഇവരുടെ സഹോദരങ്ങൾ തന്നെ, യഹൂദന്മാർ തന്നെ അവരെ എന്ത് ചെയ്യുകയാണ്? പീഡിപ്പിക്കുക, ഇവരെ ചൂഷണം ചെയ്യുകയാണ്. അതാണ് പറഞ്ഞത്, ഇൻ അവർ ഓൺ ലാൻഡ് വി വെർ ട്രീറ്റഡ് ലൈക്ക് സ്ലേവ്സ് ബൈ അവർ ഓൺ പീപ്പിൾ. നേരത്തെ ഞങ്ങൾ പ്രവാസത്തിൽ പീഡിപ്പിക്കപ്പെട്ടു, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചു വന്നപ്പോ എന്താ സംഭവിക്കുന്നത്? ഞങ്ങളെ ആളുകൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുവാണ്? പീഡിപ്പിക്കുകയാണ്. അവരുടെ പ്രധാന സംഘടന ഞാൻ ഈ വായിച്ചത് നിങ്ങൾ കേട്ട് കാണും. ഒരു പറയുകയാണ്, ഉപജീവനത്തിന് ധാന്യം എഴുതുന്നത് കഴിക്കാൻ അരിയും. കേട്ടോ, പറഞ്ഞ പ്രശ്നം കണ്ടോ? നമ്മുടെ സാമാന്യ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. കഴിക്കാൻ അരിയുണ്ട്. രണ്ടാമത് എന്താ പറഞ്ഞേ? നിലമ്പഴും മുന്തിരിത്തോട്ടങ്ങളും ഒരു വസ്തു വരെ വിറ്റു ജീവിക്കാൻ വേണ്ടി. ഇനി ഒന്നും വിൽക്കാൻ ബാക്കി. മൂന്നാമത് പറഞ്ഞ എന്താ? ടാക്സ് അടയ്ക്കാൻ. രാജഭവൻ ടാക്സ് അടയ്ക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? കടം മേടിച്ചു കൊടുക്കുക. അവസാനം പറയുന്നു, നേരത്തെ അവിടെ ഞങ്ങൾ ദാസന്മാരായിരുന്നു, ഇപ്പൊ ഇവിടുത്തെ പണക്കാർ ഞങ്ങൾ എന്ത് ചെയ്യുവാണ്? ഞങ്ങളുടെ മക്കളെ ദാസന്മാരായി ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താ? എന്തുകൊണ്ടാണ് ഈ ജനം സ്വന്തം ദേശത്ത് നിന്നയ്ക്ക് പാത്രമായത്? എന്താ ചെയ്യുന്നത്? സ്വന്തം നാട്ടിൽ അവർ നിന്നയ്ക്ക് പാത്രമായെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ എന്തില്ലായിരുന്നു? കരുണയും ഇല്ലായിരുന്നു, നീതിയുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലും സമൂഹം നല്ലത് പറയത്തക്കവണ്ണമുള്ള ഒരു ജീവിതം ആർക്കില്ലായിരുന്നു? യഹൂദന്മാരായ അവിടെ താമസിക്കുന്നവർക്കില്ല. അപ്പോൾ ഇത് നെഹമ്യാവിനെ വല്ലാതെ പ്രയാസപ്പെടും. നെഹമ്യാവ് വിചാരിച്ചുകൊണ്ടിരുന്നത് മറ്റു കാരണങ്ങളാണ് ഇവരെ പ്രയാസപ്പെടുത്തുന്നതായിരുന്നു. പക്ഷെ ഒരു നീതിയില്ലായ്മയും കരുണയും സ്വന്തം ജനത്തിൽ കണ്ടപ്പോൾ അത് തിരുത്തണമെന്ന് ആർക്ക് തോന്നി? നെഹമ്യാവിന് തോന്നി. നെഹമ്യാവ് 7, 8 വാക്യം 9 വാക്യങ്ങളൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് വായിക്കണം. 5-ാം അധ്യായത്തിൽ അവിടെ നെഹമ്യാവ് അങ്ങനെ ജനത്തെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരെ എല്ലാം വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നത് ദൈവ നീതിക്കെതിരാണ്. നിങ്ങൾ ഈ മനുഷ്യരെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പലിശയെങ്കിലും ഈ മനുഷ്യരോട് മേടിക്കരുത് എന്ന് പറഞ്ഞ് അവരെ ദൈവനീതിയിലേക്ക് കൊണ്ടുവരികയും അവരെ ഉപദേശിക്കുകയും അവരങ്ങനെ ചെയ്യാമെന്ന് അവരെ കൊണ്ട് ശപഥം ചെയ്യുകയും ചെയ്യും. അതിനിടയ്ക്ക് നെഹമ്യാവ് പറയുന്ന ഒരു വാചകമുണ്ട്, ദൈവത്തിന്റെ നീതി പൊടഞ്ഞു പറയുന്നവരെ ദൈവവും കുടഞ്ഞു കളയും. എന്താ പറഞ്ഞേ? നീതി കുടഞ്ഞു കളയുന്നവരെ ദൈവവും തന്റെ മടിയിൽ നിന്ന് കുടഞ്ഞു കളയും. ശ്രീമുള്ളവരെ, ഇന്ന് ഈ ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ വെളിയിറങ്ങി നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിലയുണ്ടോ? ഇവിടെ എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം വിലയൊക്കെ പോയിരുന്നു. ബാംഗ്ലൂരിൽ അത്യാവശ്യം വിൽക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താ വരിക? നമ്മുടെ ചിന്തിക്കുന്ന അതുപോലെ മനുഷ്യരോട് കരുണ കാണിക്കുവാൻ നമ്മൾ മറന്നുപോയ സമയം. നമ്മുടെ പ്രവർത്തനങ്ങളിലോ ജീവിതങ്ങളിലോ നീതിബോധത്തിന്റെ ലേശം പോലും കാണാനില്ല. നമ്മൾ പണ്ട് പാടിക്കൊണ്ടിരുന്നൊരു പാട്ടുണ്ടായിരുന്നു, നമ്മുടെ പൂർവ്വരൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ്. യഹോവാ ദൈവമാ വിശുദ്ധ ജാതി യഹോവാ ദൈവമാ വിശുദ്ധ ജാതി പരദേശികന്മാർ ഭാഗ്യശാലികൾ ഇതുപോലൊരു ഇതുപോലൊരുണ്ടോ യഹോവാ ദൈവമാം വിശുദ്ധാദികളാം ഇത് അവരുടെ ആത്മബോധത്തിൽ പാടിയത്. അങ്ങനെ അവര് തങ്ങളെ തന്നെ ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ് തള്ളുക എന്നൊക്കെ പിള്ളേർ പറയും. പക്ഷെ അതല്ല, അവർ ആത്മബോധത്തിൽ പാടിയതാണ്. യഹോവ ദൈവമായി ഇത്രമാത്രം വിശേഷതയുള്ള ഒരു ജാതി വേറെ ഉണ്ടോ? കാര്യം അവരുടെ ജീവിതം അത്രമാത്രം ആത്മസംതൃപ്തിയോടെ അവർക്ക് ലോകത്തിന് പ്രദർശിപ്പിക്കാൻ കഴിയും.
ഇന്ന് നമ്മുടെ ജീവിതം കണ്ടിട്ട് ആളുകള് വേറെ ഒരു ടോണിൽ ഇതിന്റെ അവസാനത്തെ വരി പറയുന്നു. അതറിയാമോ? ഇതുപോലൊരു ഇതുപോലെ അയൽക്കാരൊക്കെ പോയതില്ലേ, നമ്മൾ ആളുകളെല്ലാം അയൽക്കാരൻ വരുന്നു, അവര് ഇതുപോലൊരു പെണ്ണു അച്ഛന്മാരെ കെട്ടുന്നത് ഇതുപോലൊരു മാത്രം പറഞ്ഞൊരു സങ്കടമാണെന്ന് വിചാരിച്ചതാണ്. നമ്മൾ ഈ ദൈവനീതിയും കരുണയും യുക്തി കാണാൻ നമ്മൾ കാരമില്ലാത്ത ഉപ്പ് പോലെ മനുഷ്യത്തെ ചവിട്ടാനല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കും. അതായി ഈ ചവിട്ട് കിട്ടുന്നത്. നിന്നാപാത്രം മാനിക്കുന്നത് അതാണ്. അതിനുള്ള ഒരുപാട് വഴികൾ നമ്മൾ വെച്ചു. ഒരു സംഭവം മാത്രം ഞാൻ പറയാം. ഒന്നിനെണ്ണം പറയാം. ഈ ഒരു പള്ളിയിലെ ഒരു വിഷയം. അപ്പൊ ആ പള്ളിയുടെ വസ്തുവിന്റെ ഒരു ഭാഗം 2 റോഡുകൾ വന്ന് കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഊർത്തിരിക്കുക, ഒരു മുനമ്പ് പോകും, നല്ല പൊക്കത്ത്. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്കറിയാം, 2 സൈഡിൽ നിന്ന് റോഡുണ്ട്. ഈ വസ്തു ഇങ്ങനെ പൊങ്ങി ഊർത്തിരിക്കുന്നു. ഈ 2 സൈഡിൽ നിന്ന് വന്ന വണ്ടികൾ വരുന്ന 2 പേർക്കും കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തോ നടക്കും അവിടെ ഒന്നും ആക്സിഡന്റ് ആണ്. അപ്പൊ ഇതൊരു സ്ഥിരം പ്രശ്നമായി കഴിഞ്ഞപ്പം പഞ്ചായത്തുകാര് അവിടുത്തെ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ ഈ വസ്തുവിന്റെ ആ ഭാഗം ഒന്ന് കൊട്ടം താക്ക്, ഒരു 1/2 സെന്റ് പള്ളി ഒന്ന് വളച്ച് തരാവും, ഈ ആക്സിഡന്റ് അങ്ങ് ഒഴിവാണ്. ഞങ്ങളുടെ വസ്തു എടുക്കുന്നൊന്നുമില്ല. അച്ഛൻ അതിന്റെ അറ്റം ഒന്ന് വളച്ച് ഈ പണ്ടി കാണത്തത്തോളം ഒന്നാക്കി തന്നാമെന്നു. ഇപ്പൊ നമ്മുടെ രീതി അനുസരിച്ച് അറിയാമല്ലോ, പള്ളിയുടെ വസ്തു കൊടുക്കണമെന്ന് വേണോ എന്തോ കൂടണം, പൊതുയോഗം കൂടും. അപ്പൊ കമ്മിറ്റി കൂടിയിട്ട് പൊതുയോഗത്തിലേക്ക് വെച്ചു. ആ പൊതുയോഗം ക്രൈസ്തവ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീരുമാനം എടുത്തു. എന്നറിയാമോ? അവര് തീരുമാനിച്ചു, നമുക്കൊരു ആംബുലൻസ് നീക്കുക, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ആംബുലൻസ് നീക്കുകയാണ്. അച്ചായമാർക്ക് ബുദ്ധി. അവിടെ എന്നും ഇടി നടക്കണം. ഇടി നടന്നാലേ പള്ളിയിൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ആംബുലൻസ് ഇടി നടക്കുകയും ചെയ്യും. പള്ളിക്കൊരു വരുമാനമാകുന്നതാണ്. പള്ളിയിൽ നിന്ന് ക്രിസ്തീയ സാക്ഷ്യമുള്ള ഒരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷിച്ച് നിന്ന ഒരു നാട്ടിലേക്ക് പള്ളിയിൽ നിന്ന് കൊടുത്ത ഒരു സാക്ഷി നീതിയുടെ ആണോ? പിന്നെങ്ങനെ മനുഷ്യർ പറയാതിരിക്കും ഇതുപോലൊരു ഈ വെളിയിലോട്ട് വേണ്ട പള്ളി അകത്ത് നടക്കുന്നതോ നീതിയില്ലായ്മ. ഞാൻ ഇരുന്നൊരു പള്ളിയില് ഒരുപാട് കുഞ്ഞുങ്ങൾ വെളിയിൽ നിന്ന് പഠിക്കാൻ വരുന്നു. ഇതുപോലെ നന്നായിട്ട് തിരിഞ്ഞ് നല്ലപോലെ രാവിലെ പാത്തൊക്കെ പളം തരുന്നു. അപ്പൊ ഈ പള്ളി കൊച്ചു പള്ളിയാ. ആ പള്ളിയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുറെ കുഞ്ഞുങ്ങളും ഉണ്ട് പാടുന്നു. അപ്പൊ ഈ വരുന്ന കുഞ്ഞുങ്ങളിൽ നല്ല ടാലന്റ് കണ്ടപ്പോ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഞാൻ നിങ്ങൾ അങ്ങോട്ട് ഇവിടെ കൂടെ നമ്മുടെ പള്ളിയിലെ പോയാലൊന്ന് സെറ്റാവും. നമ്മുടെ പള്ളിയിൽ അത്രയും ഒരു പാടുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് വലിയ ഔട്ട്സ്റ്റാൻഡിങ് എന്നൊന്നും പറയത്തക്കൊന്നുള്ള പേരൊന്നുമാണ്. അപ്പൊ ഇവര് വന്നാലൊന്ന് സെറ്റാകുമെന്ന് വിചാരിച്ച് ഞാൻ പറയും. അപ്പൊ എന്നോട് നേരിട്ട് പറയാൻ പാടാണ്. അവർക്ക് ഞാനിതൊക്കെ തിരിച്ചു പറയുന്നത് പേടിയുള്ളതുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞു. ഞാനത് പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ഒരു കൊച്ച് പാടിക്കൊണ്ടിരുന്ന ഒരു കൊച്ച് സ്ഥിരമായിട്ട് പാടായി. അപ്പം എന്റെ പേരൻസിനെ വിളിച്ച് ചോദിച്ചപ്പോ അച്ഛാ ഒന്ന് ഹോസ്റ്റലിലൊക്കെ തിരക്കാം, അതുകൊണ്ടാ വരാത്തന്നാണ് ആ പേരന്റ്. ഞാൻ അവിടെ ഉള്ള കാലം എന്നോട് പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് മാറിയും നടന്ന് എന്നെ കുറേ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു. അച്ഛൻ അവിടെ ഉള്ളപ്പോ അച്ഛൻ ചൂടാവുന്നതുകൊണ്ട് ഞാൻ പറയാതിരുന്നു. സത്യത്തിൽ എന്ത് വെച്ചു നിന്നെ പാടാൻ വരാത്തതിന്റെ കാരണം എന്നറിയാമോ? ആ പള്ളിയിലെ പാടുന്ന പേരൻസ്, കൊച്ചുങ്ങളുടെ പേരൻസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ പുറകോട്ട് മാറിയില്ലേ, ഇത് ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ കൊച്ചുങ്ങൾ എവിടെ നിന്ന് പാടണം, മുമ്പിൽ നിന്ന് പാടണം. കേട്ടോ, അത് വരുന്ന അവർക്ക് ഇവരുടെ പള്ളിയല്ലേ, അവർക്ക് എപ്പോ വേണേ പാടാവും. വരുന്ന ഒരു കുഞ്ഞുങ്ങൾ വല്ലപ്പോഴും ഒരു കോച്ചിങ് വരുന്ന കുഞ്ഞുങ്ങൾ ഒരു വർഷം സമാധാനത്തിൽ പള്ളി വരുമ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന ഒരു സന്തോഷം
നമ്മുടെ സ്വാർത്ഥതയും നീതിയില്ലായ്മയും കാരണം കളഞ്ഞു പോയി. എന്ത് ബോധം കിട്ടി? എന്ത് സുഖം കിട്ടി? എന്ത് സാക്ഷ്യം കിട്ടി? എന്താണ് പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന സാക്ഷി? നീതി അവ നിൽക്കട്ടെ, കരുണയെപ്പറ്റി പറഞ്ഞു. കരുണയോടെ എന്തെങ്കിലും ചെയ്യുമോ? കുറെ ചാരിറ്റി ചെയ്യുന്നതെന്നും പറയുന്നില്ല. പക്ഷേ ക്രിസ്തുവിനെ പകർന്നു നൽകത്തക്കവണ്ണം യഥാർത്ഥത്തിൽ നമ്മൾ മോന്ത് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ കേരളത്തിൽ മധു എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗത്തെ തടിയുണ്ട്. എന്തറിയാം, പെട്ടിയിട്ടൊരു തല്ലി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന അതിന്റെ ധൈര്യത്തിൽ ആകെ ഒരു കഷ്ടം പരോഹിച്ച് കച്ചവടവും മാറുന്നുണ്ട്. അരി എടുക്കുന്നു പറഞ്ഞു കടയ്ക്ക്. അവന്റെ മടിയും മെരുകുത്ത് അരി മാത്രമുണ്ട്. അന്ന് ഫേസ്ബുക്കിൽ എന്റെ 70 അച്ഛൻ കുറിച്ചിട്ടു, എനിക്ക് വിഷന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കുവാൻ തന്നു വേദപുസ്തകം പറയും. ഇന്ന് കേരളത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വിഷന്നു, നിങ്ങൾ എന്നെ കണ്ടിരുന്നു. ഇതാണ് നമ്മുടെ കാര്യം. നമ്മൾ മൃഗങ്ങളിൽ നിന്ന് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്ന ചൂരന്മലയിൽ ഉരുൾപൊട്ടിയ ദിവസം നിങ്ങളുടെ പത്രത്തിൽ പിറ്റേ ദിവസം പത്രത്തിൽ വേറെമേലൊക്കെ വന്നത് ഒരു ആനയുടെ ദേഹാജിപ്രവം. അതിന്റെ പുറകെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ യൂട്യൂബിൽ നോക്കിയാൽ കാണാതെ ആ ഒരു അമ്മൂമ്മ പറയുന്നുണ്ട്. ആ ഉപരിയിലെ അമ്മൂമ്മ പറയുകയാണ്, രാത്രി വലിയ ശബ്ദം കേട്ടു, ഞങ്ങളുടെ വീടും പറന്നു എല്ലാം ഇരുട്ടത്ത് ഒലിച്ചു പോകും. ഞങ്ങൾ നല്ലതുപോലെ അവിടെ ജീവിക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒക്കെ ഈ കാട്ടാന ഞങ്ങൾ വീട്ടിലേക്ക് കയറി വരുക. ഇവൻ വരുമ്പോഴൊക്കെ ഇവൻ എന്തെങ്കിലും നശിപ്പിക്കുമെന്ന് പേടിച്ച് ഞങ്ങൾ അവനെ ദൂരേന്ന് വരുമ്പോഴേ പാത്ത കൊട്ടിയും ചെരുപ്പറിഞ്ഞ് ഇവനെ ഓടിക്കുമായിരുന്നു. പക്ഷെ ഈ ഉരുളുപൊട്ടി എല്ലാം നഷ്ടപ്പെട്ട് മക്കളെ മാത്രം കയ്യിൽ പിടിച്ച് ആ രാത്രിയിൽ മല കയറി റോഡിലേക്ക് ഞാൻ വരുമ്പോൾ, ആ രാത്രിയിൽ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഈ കാക്കാനെ മുമ്പിൽ എന്താ അമ്മ പറയുന്നുണ്ട്. ആ വീഡിയോക്കാരോട് ഇതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നു. അവരോട് പറയുകയാണ്, ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ വലിയ കഷ്ടതയിൽ നിന്നാണ് കയറി വരുന്നത്, നീ ഞങ്ങളെ ഉപദ്രവിക്കും. എന്നിട്ട് അമ്മ പറയുകയാണ്, ഞാൻ നോക്കുമ്പോ ആ സാധു ജീവിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയാണ് വീഴുക. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ നമുക്ക് മാറില്ലെന്ന് ആ ആനയുടെ കാലിന്റെ ചൂടിലാ പാട്ടകെട്ടിയും തല്ലെറിഞ്ഞ് ഓടിച്ചപ്പോഴും ജീവിതത്തിന്റെ ദുരന്തക്കയത്തിൽ കയറി വന്നപ്പോൾ താലിനടിയിൽ അമ്മയും കൊടുത്ത ജന്തുക്കളുള്ളതാണ്. ഇവിടെ കരുണ വിട്ട് പെരുമാറുന്നത് മനുഷ്യന്മാർ. ദൈവനീതിയും കരുണയും അപ്രസക്തമാകുന്ന ലോകത്ത് ആര് നമ്മളെ സംരക്ഷിക്കും? നമ്മൾ ഏത് മശിവായിക്ക് വേണ്ടി കാത്തു? സഭയുടെ ഉള്ളതാണ്. ദൈവനീതിയുടെ പ്രഘോഷണവും ദൈവകരുണയുടെ അനുഭവവും ഉയർത്തിക്കുടിക്കാത്ത ഒരു സഭയ്ക്ക് ഒരിടവത്തേക്ക് ഒരു സാക്ഷ്യവും പുറത്തുവന്നു കഴിയുന്നു. വളരെ ഗൗരവപൂർവം ഈ കാര്യം നമുക്ക് അവസാനം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 23-ാം യേശുനബിരാൻ പറയുന്നു, അവിടെ ഭക്തന്മാരെ, നിങ്ങൾ ചീര, ജീരകം, ചതുക്കുക എന്നിവയും പതാരം കൊടുക്കുന്നു. ന്യായപ്രമാണത്തിൽ ഫലമേറിയ ന്യായം, കരുണ, വിശ്വസ്തത എന്നിവ വിട്ടുകളാണ്. മറ്റൊരു ഭാഷയെ കൊതുകിനെ അരിക്കുകയും ഒട്ടകത്തെ പാറ്റുകയും ചെയ്ത നമ്മുടെ കാപട്യത്തിന്റെ ആത്മീയതയുടെ മുഖം മാറ്റുക. ദൈവനീതിയുടെയും കരുണയുടെ അനുഭവത്തിലേക്ക് മറിയുക. ഒരു കാര്യം കൂടി വേഗം പറഞ്ഞ വാക്ക് അവസാനം. 4-ാമത് നെഹമ്യാവ് ജനത്തിന് ചുറ്റപ്പെട്ടിയ 4-ാമത്തെ മതിൽ ഞാൻ പറയും, എ വോ ഓഫ് വിറ്റ്നസിംഗ് സ്പിരിച്വലിനെ, സാക്ഷ്യമുള്ള ആത്മീയ ജീവിതത്തിന്റെ മതിലാണ്. എങ്ങനെയാണ് ഇത്രമാത്രം അനീതിയുടെയും കരുണയില്ലായ്മയുടെ അനുഭവത്തിൽ കിടന്ന ജനത്തെ
നെഹമ്യാവ് ഈ സാക്ഷി ജീവിതത്തിന്റെ പാതയിലേക്ക് മടക്കി കൊണ്ടുപോകാം. 2-3 വഴികളെന്നില്ല നെഹമ്യാവ് സ്വീകരിച്ചത്. ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ വചന ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ആ വഴികൾ കൂടി ഒന്ന് പരിചയപ്പെടുകയും ഞാൻ മാത്രം അവസാനിക്കും. ഒന്നാമത് ഈ സാക്ഷ്യ ജീവിതത്തിലേക്ക് അവരെ നെഹമ്യാവ് കൊണ്ടുവന്നത് എന്തിലൂടെയാണെന്നല്ല ഞാൻ പറയുന്നു, അത് വചനത്താലുള്ള അനുതാപത്തിന്റെ വഴി അവർക്ക് പരിചയപ്പെടുത്തിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. നെഹമ്യാവ് 8:4 മുതലുള്ള എന്താണെന്ന് ഞാനങ്ങ് പറയും. നെഹമ്യാവ് ചെയ്തെന്ന് പറയാം. ഈ ജനമെല്ലാം ഇങ്ങനൊരു വഴിയിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ നെഹമ്യാവിന് മുമ്പ് ഉള്ള ബാബേലിൽ നിന്നും യെരൂശലേമിലേക്ക് വന്ന ജനത്തെ നയിച്ചുകൊണ്ട് വന്നതാണ് ആരാണ്? യസ്രായാണ്. യസ്രാ അന്നത്തെ ഏറ്റവും വലിയ ന്യായപ്രമാണത്തിന്റെ പണ്ഡിതനാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ വചന പ്രസംഗകനാണ്. വേദപുസ്തകത്തിൽ വളരെ ഫോർമലായിട്ടുള്ള ഒരു കൺവെൻഷൻ ആദ്യമായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത് ഈ അധ്യായത്തിൽ. ഇങ്ങനെ ഒരു കൺവെൻഷൻ ആ ജനത്തിന് വേണ്ടി നടത്തുവാണ്. ഈ യെസ്രായെ ജനത്തിന്റെ ഈ തെറ്റായ പോക്ക് കണ്ടപ്പോൾ അവരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഒരു മെൽട്ടോ കൺവെൻഷൻ ആര് നടത്തി? നെഹമ്യാവ്. പ്രസംഗകരായിട്ട് ആരെ കൊണ്ടുവന്നു? യെസ്രായെ. ഇനിയുള്ള കാര്യം നിങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. നമ്മൾ കോരിത്തരിക്കും ഓരോ വാക്യം വായിക്കുന്നത്. യെസ്രായെ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ പറയുന്നു, പ്രസംഗിക്കുവാനുള്ള ഒരു പീഠം ജനത്തിന്റെ മധ്യത്തിലേക്ക് നീട്ടി. ഒരു പ്രസംഗപീഠം ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് എസ്രാ അവിടെ നിന്നുകൊണ്ട് ജനത്തോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം പ്രസംഗിക്കും. ഇവിടെ എത്ര സമയം എനിക്കുണ്ട്? ഇപ്പൊ തന്നെ വാച്ച് നോക്കി എപ്പോഴാണോ എനിക്കിത് നിർത്തുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ യെസ്രാ വചനം പ്രസംഗിച്ചുകൊണ്ടേ. ആളുകൾ വായിക്കണം. കുറെ പേർ ആ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കും. ജനമെല്ലാം ആമേൻ എന്ന് പറഞ്ഞു. ദൈവവചനത്തിലൂടെ ജനത്തെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടു. പ്രിയമുള്ളവരെ, ഒരു വചനവും വിതയ്ക്കപ്പെടുന്നത് പന്തലിലോ കൺവെൻഷൻ സെന്ററിലാണ്. ഒരു വചനവും വിതയ്ക്കപ്പെടുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങൾ. ഒരു പ്രസംഗകനും ഒരു തിരുമേനിയും അച്ഛനും വിളിച്ചിട്ട് വരുന്നതല്ല. ഓരോ പ്രസംഗകനും നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് ദൈവം അയച്ചു. അത് എനിക്ക് പറയാനുള്ള കാര്യം പറയാനല്ല, ദൈവത്തിന് പറയാനുള്ളത്. ആ ബോധ്യമാണ് ഓരോ വചന കേൾവിയേക്കും നമ്മെ നയിക്കേണ്ടത്. ഒരിക്കൽ തിരുവേനോട് അടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനും കൂടി പങ്കെടുത്തൊരു ചെറിയ ഗ്രൂപ്പിന്റെ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ വെറുതെ ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കരുത്. നമ്മൾ വേദോത്സവം വായിച്ചു പോകുമ്പോൾ ചില വാക്യങ്ങൾ നമ്മളോട് പറയും, നമ്മളോട് സംസാരിക്കും. എന്നിട്ട് നമ്മളോട് പറയും, വിടാതെ നമ്മളെ പിന്തുടർന്നിട്ട് നമ്മളോട് പറയും, എന്നെ തെറ്റിപ്പാം. അങ്ങനെ അത് പറയുന്നതിന് കാരണം ആ വചനമോ ആ സംഭവമോ നമ്മുടെ ജീവിതത്തോട് റിലേറ്റഡ് ആയതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ വചനത്തിലൊരു ലൈഫുണ്ട്. ആ വചനം നമ്മളെടുത്ത് പ്രസംഗിക്കുമ്പോൾ ആ വചനത്തിന് ലൈഫ് ഉള്ളത് കൊണ്ടും അത് നമ്മളോട് റിലേറ്റഡ് ആയതുകൊണ്ടും ആ വചനത്തിന്റെ ശക്തി, ആ വചനത്തിന്റെ ജീവൻ കേൾക്കുന്നവരിലേക്ക് സന്നിവേശിക്കും. അങ്ങനെയുള്ള വാക്യങ്ങൾ ഞാൻ ഇന്ന് വരെയും എന്റെ ശുശ്രൂഷയെ തുടരുന്ന ഒരു ഉപദേശം. വചനം നമ്മളോട് സംസാരിക്കുന്നു.
വചനം സംസാരിക്കണമെന്ന നിലയിൽ വചനത്തെ നാം സമീപിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന് കരുതി എന്റെ വീടിനടുത്തുള്ള എന്റെ സ്നേഹിതനായ അച്ഛൻ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണ്. ശുഭോച്ച് അച്ഛൻ ഈ അടുത്ത സമയത്ത് എന്റെ പള്ളിയിൽ ഞാൻ വിളിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു, ക്യാൻസർ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ദൈവത്തോട് എനിക്കൊരു വാക്യം വേണം, എന്റെ ജീവിതത്തോട് നീ സംസാരിക്കുന്ന ഒരു വാക്യം എന്ന ബോധ്യത്തോടെ ഞാൻ വേദപുസ്തകം മുഴുവൻ എന്ന് വായിച്ചത്. എനിക്ക് എന്റെ വാക്യം കിട്ടും. അച്ഛനോട് പറഞ്ഞു, എന്റെ വാക്യം ഏതാണെന്നറിയാം? ദൈവം എന്നോട് വന്ന വാക്യം ഹിബോച്ചൻ പറഞ്ഞതാണ്, അവൻ എന്നെ കഠിനമായി ശിക്ഷിച്ചിരിക്കുന്നു, എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു. പറയാൻ ഈ വാക്യം വായിച്ചപ്പോൾ മുതൽ എനിക്ക് പ്രത്യാശ. ഞാൻ പെട്ടെന്ന് ഇതുകൊണ്ട് തീർന്നു പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അവൻ എന്നെ കഠിനമായി ശിക്ഷിച്ചിരിക്കുന്നു, എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു. മനുഷ്യന്റെ ജീവിതത്തോട് വചനം സമ്മതിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വേറെ പുസ്തകം വെറുതെ വായിച്ചു തോന്നരുത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്കൊരു വാക്യം, അതെന്താണെന്ന് നിങ്ങൾ കണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തോട് ദൈവം സംസാരിക്കുന്ന വാക്യം പോട്ടെ. ഈ വചനമെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ കോരിത്തെറിപ്പിക്കുന്ന ഒരു വാക്യമായിരുന്നു. രണ്ടാമത് ജനം അതിലേക്ക് കടന്നു വരണമെന്നാണ് നെഹമ്യാവ് ആഗ്രഹിച്ചത്. 8-ാം അധ്യായം 9-ാം വാക്യം നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, വചനം കേട്ടപ്പോൾ എഴുതിയിരിക്കുന്നു, ജനമെല്ലാം കരഞ്ഞുപോയി. എസ്രാ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. കണ്ണനിശം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ജനമെല്ലാം കരഞ്ഞുപോയിരുന്നു. നമുക്കിന്ന് കരഞ്ഞു പോകുന്ന പ്രസംഗം ഇഷ്ടമാകും, വഴക്ക് പറയുന്ന പ്രസംഗം ഇഷ്ടമാകും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ പോയി കഴിയുമ്പോൾ പറയും, അയാൾ ഭയങ്കര സീരിയസ് ആയിരുന്നു, ഒന്നും തമാശ ഒന്നുമില്ല, ഒന്ന് കോര. വചനം അറിഞ്ഞു പോകാൻ അതിന് ഇഷ്ടം പോലെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം മാറി മാറി വെച്ചിട്ടാട്ടോ വചനം അതിനുള്ളത്. ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ ജനം കരഞ്ഞു പോയിരുന്നു. നാച്ചുറൽ പ്രോസസ്. പ്രത്യേകിച്ച് വികാരങ്ങളെല്ലാം കൃത്രിമമായി അങ്ങോട്ട് എഴുതും വെച്ച് പാട്ടും ബീജിയവും വെച്ച് മനുഷ്യനെ കരയിക്കുകയോ വിളിക്കുകയൊന്നും ചെയ്യുന്നു. നാച്ചുറലായിട്ട് വചനം കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ജനമെല്ലാം കരഞ്ഞു. അങ്ങനെ ഒരു കൺവെൻഷൻ എപ്പോൾ നടന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത കൃപകളെ നാം ഓർക്കാതെ മാറിപ്പോയതിനെ ഓർത്ത്, നമ്മുടെ പാപങ്ങളെ ഓർത്ത്, ദൈവം നമ്മെ കൈവിടാത്തതിനെ ഓർത്ത് ഒരു ബോക്സ് നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ഇതിന്റെ മനോഹരമായ അധികം പരിചിതമല്ലാത്ത ഒരു മെമ്മറിയിൽ ഇങ്ങനെ ചില വരികളുണ്ടോ? മറപ്രേമിന്റെ അനുതാപത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നു. മിന്നതരം വിലപിക്കട്ടെ, നിൻ ഹൃദയം ദുഃഖിക്കട്ടെ, നിന്റെ മുഖം വാടിയിടട്ടെ, അയ്യോ നിൻ വിട വരുതല്ലോ, നിന്റെ കഴുത്തു കുനിച്ചിടുക, ചാരം ഭക്ഷമതാക്കിടുക, മരണാവസ്ഥ നിരൂപിച്ച് അയ്യോ കരയുക നീ പാരം. നിന്റെ കഴുത്ത് കുനിച്ചിടുക, ചാരം ഭക്ഷമതാക്കിടുക, മരണാവസ്ഥ നിരൂപിച്ച് അയ്യോ കരയുക നീ പാരം. ഈ അനുതാപമാണ് ഓരോ വചന കേൾവിയിലും നമുക്കുണ്ടാകും. അല്ലാതെ വന്നു കുറെ നേരം നമ്മുടെ വൈകാരികയൊക്കെ സംതൃപ്തിപ്പെടുത്തി കടന്നു പോകുന്നത് മനുഷ്യനാണ്. യെഹമ്യാവ് ഈ രണ്ട് കാര്യങ്ങൾ വചനത്താൽ അനുതാപത്തിലേക്ക് അവരെ നയിച്ചപ്പോൾ അത് അവരെ ആരാധനയിലേക്ക് നയിച്ചു. തുടർന്ന് അതാണ് പറയുന്നത്. വചനവും അനുതാപവും ഉണ്ടായപ്പോൾ പിന്നീട് അവര് കൂടാരപ്പെരുന്നാൾ ആചരിക്കുകയാണ്.
കൂടാരപ്പെരുന്നാൾ എന്തിനാ ആചരിച്ചെന്ന് അറിയാമോ? പണ്ടവര് കൂടാരവാസികളായിരുന്നതിന്റെ ഓർമ്മയും സമ്പന്നനും ദരിദ്രനും എല്ലാവരും അവരുടെ വീടും എല്ലാം വിട്ടെറിഞ്ഞിട്ട് ഒരു ദിവസം കൂടാരത്തിൽ വസിക്കും. അതവരെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ആരാധനയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് മടങ്ങി വന്നു. ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് അവർ മടങ്ങി വന്നു. നമ്മുടെ കുർബാന മഹാനുവിന്റെ ഓർമ്മയ്ക്കായി ആ ഓർമ്മയാണ് മതി. ദൈവത്തെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഒരു പ്രതിരോധവും തകർക്ക് സാക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയും. വചനത്തിന്റെ ഭാഗം, അനുതാപത്തിന്റെ ഭാഗം, ആരാധനയുടെ ഭാഗം, ഇത് മൂന്നും കഴിഞ്ഞപ്പോൾ അതിന്റെ അവസാന അധ്യായം അടുക്ക് വരുമ്പോൾ നെഹമ്യാവ് 13-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഒരു കാര്യം കൂടി നെഹമ്യാവ് ആ ജനത്തെ നയിക്കുന്നു. അതെന്തെന്നറിയാമോ? അവരിങ്ങനെ ന്യായപ്രമാണം വീണ്ടും വായിച്ചപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, മോവാബ്യരും അമ്മോന്യരും നിങ്ങളുടെ പാളയത്തിൽ ഉണ്ടാകരുത്, അവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്യുക. ആർക്കെങ്കിലും പറയാമോ ആരാണ് ഈ മോവാബ്യർ, ആരാണ് അമ്മോന്യർ? ഞാൻ ഉദ്ദേശിച്ചോളല്ലോ കേട്ടോ. ഞാൻ സാധാരണ എല്ലായിടത്തും അത്ര ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റെസ്പോൺസ് അതിനെ കിട്ടിയത്. അത് ഞാൻ അന്വേഷിക്കുന്നു. മോവാബ്യരും അമ്മോന്യരും ആരാണ്? ലോത്തിന് സ്വന്തം പെൺമക്കളിലുണ്ടായ മക്കളുടെ സന്തതിയാണ്. അപ്പോൾ അവർ ന്യായപ്രമാണം വായിച്ചു പോയപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ്, നമുക്ക് നമ്മുടെ ഇടയിൽ അതേ ദയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയമായ പ്രതിരോധ കോട്ടകൾക്കകത്ത് അതിനെ തകർക്കുന്ന അശുദ്ധിയുടേതൊന്നും എല്ലാ ബന്ധങ്ങളും നമുക്ക് വേണം. ഈ ജേക്കബ് പഞ്ഞളിയച്ചൻ അപ്പരിക്കാ സഭയപ്പെടുന്ന പ്രസംഗമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം ഷമ്മാശനായിട്ട് അച്ഛനായി കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിനുള്ള അപ്പോയിന്റ്മെന്റ് ബിഷപ്പിന്റെ കൂടെ എറണാകുളത്ത് പറഞ്ഞ അരമനയല്ല. വൈകുന്നേരങ്ങളിൽ അവിടുത്തെ കൊച്ചന്മാരെല്ലാം നടക്കാൻ മറൈൻ ഡ്രൈവ് വന്നതിൽ അതിനടുത്താണ് അരമന. മറൈൻ ഡ്രൈവ് അത്ര നല്ലൊരു സ്ഥലമല്ല നിങ്ങൾക്കറിയാം. വൈകുന്നേരങ്ങളിൽ അവിടെ നടക്കാൻ ഇറങ്ങിയാൽ അവിടെ ഈ കവിതാക്കളും എല്ലാ ഗണത്തിൽപ്പെട്ടവരും ഒരുമിച്ച് കിണപ്രാവളിയപ്പനിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അച്ഛന്മാർക്ക് അങ്ങനെ കുപ്പായത്തോണ്ട് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമല്ല. പക്ഷെ ഇവരതൊന്നും പ്രതീക്ഷിച്ചില്ല. അച്ഛനോട് പുതുതായിട്ട് അസൈൻമെന്റ് ചെയ്ത് ചെന്നതാണ്. അച്ഛനോട് വേണ്ടി ഞാൻ നടന്നു പോകാൻ രണ്ടുപേരും. അപ്പൊ ഇതിനൊക്കെ ഇടയ്ക്കും അച്ഛന്മാർ ഇങ്ങനെ കുപ്പായിട്ടും വലിയ സ്പീഡിൽ നടന്നു പോകുന്നത്. അപ്പൊ ചെറുപ്പക്കാരല്ലേ, പ്രത്യേകിച്ച് അന്ന് അഭയ കേസൊക്കെ വന്ന് കത്തിനിട്ടുന്ന സമയമാണ്. അച്ഛൻ്റെ പുസ്തകത്തിലെ വാക്കുകൾ അതുപോലെ പറയുന്നത്. അപ്പൊ സിസ്റ്റർ അഭയുടെ കേസൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇവരിങ്ങനെ ഇതിനകത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ കുറെ ചെറുപ്പക്കാര് കലിനെ മാറി അച്ചോ കളിയാക്കിയ കൂടിയുണ്ടല്ലോ. ആ ഫോണിൽ ആരെ കളിയാക്കി. ഇവർക്ക് ഈ ഉദ്ദേശം മനസ്സിലായി. ഇവർ പെട്ടെന്ന് നടക്കമൊക്കെ അവസാനിപ്പിച്ച് തിരിച്ച് അരമനയിൽ വന്നു. അരമനയിൽ വന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരുന്നപ്പം ഈ അച്ഛന്മാർ രണ്ടുപേരുടെ മുഖം മാടിയിരിക്കുന്നു. അപ്പം തിരുമേനി പെട്ടെന്ന് പിതാവാണ്. അവന് ചോദിച്ചു, എന്താ അച്ഛന്മാരുടെ മുഖത്ത് വിഷമം? അപ്പൊ ഇവർ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, അന്ന് പിതാവൊന്നും പറഞ്ഞില്ല, പക്ഷെ കൈയെടുക്കാൻ പോകാൻ നേരം ഞങ്ങളൊപ്പം പിതാവ് പോന്നു. എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടിട്ട് ചെവി പറഞ്ഞു, ചുമ്മാരി ചില തെറ്റുമരോ ആകാൻ വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ഇനി പൗരോഹിത്യത്തിന്റെ വക്രം ഉള്ളിൽ കിടക്കുന്ന നാള് വരെ ഓർക്കണം, എല്ലാ കാറ്റും നമുക്ക് കൊള്ളാനുള്ളതാണോ? എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനുണ്ട്. ഇത് അച്ഛന്മാരെ സംബന്ധിച്ച് മാത്രം. ഈ ആത്മീയ ജീവിതത്തിന്റെ കോട്ടകൾ തകർന്നു പോകാതെ മതിലുകൾ തണിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഓർത്തിരിക്കുന്നുണ്ട്. എല്ലാ കാഴ്ചകളും ക്രിസ്ത്യാനിക്ക് കാണാം. എല്ലാ വിൻഡോസും നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ളതാണ്. എല്ലാ കാറ്റുകളും നമുക്ക് കൊള്ളാനുള്ളത്. ഇന്ന് പക്ഷേ ഇതെല്ലാം കാറ്റിൽ പറക്കുന്ന കാലം.
ഇന്ന് നമ്മൾ പാപത്തെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാലമാണ്. പണ്ടൊക്കെ മദ്യപിക്കുന്നത് പാപമായിരുന്നു, പാപമാണോ? പണ്ടൊക്കെ സിഗരറ്റ് വലിക്കുന്നത് പാപമായിരുന്നു, പാപമാണോ? അതെല്ലാം പോട്ടെ. ഇപ്പോൾ ചില ലൈവൊന്നും ഇല്ലാത്തെന്ന് പറയാം, ചില ഷോസ് ഉണ്ടല്ലോ, ഫാമിലി വീട്ടിലിരുന്ന് കാണുന്ന ബിഗ് ബോസ് പോലെയുള്ള. ഇപ്പൊ അതല്ല, എന്നിട്ട് ഷോ കഴിഞ്ഞുകൊണ്ട് ചില പിള്ളേർക്ക് ഒരു ചിന്തയുണ്ട്, ആ രണ്ട് പെൺപിള്ളേരും നല്ലതല്ലേ, സ്മാർട്ട് അല്ലായിരുന്നു, കല്യാണം ഒന്നും കഴിച്ച് കഴിഞ്ഞാൽ അവര് ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ എന്നാ കുഴപ്പം? അവര് ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ എന്നാ കുഴപ്പം? പക്ഷെ വേദോത്സവം അസന്ധിഗ്ധമായി പറയുന്നു, സ്വവർഗഭോഗികൾ ദൈവരാജ്യം അവകാശമാണ്. വേദോസ്തക പദം പാവം പാവം തന്നെയാണ്. ആരെയും പറയണ്ടേ? വെളിയിൽ കാണുന്നൊരു സുഖമായി സ്വന്തം വീട്ടിൽ നാ പെക്കൊച്ച് വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വരുമ്പോഴും ഈ ഉശിരൊക്കെ കാണുന്ന ഒരുമിച്ചിരുന്ന് കണ്ട് ചിരിച്ചത്. നാളെ ചെറുക്കിൻ വേറൊരു ചെറുക്കിനെ വിളിച്ചോണ്ട് വരുമ്പോഴും ഇത് കാണണം. നമ്മളെ പാതയത്തിൽ മോവാക്കിലും അമോനിലും കാണരുത് എന്നുള്ളത് വിശുദ്ധിയുടെ പാഠമാണ്. We are not supposed to normalize the sin. No compromise with sin. ഈ ബോധ്യം കൂടിയാണ് നെഹമ്യാവിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഇത് വിശുദ്ധിയുടെ മതിലുകളിൽ കിടക്കുന്നതാണ്. നെഹമ്യാവ് മതിൽപണികളോടൊപ്പം മശിഹായുടെ വരവ് വരെ അവരെ ആത്മീയമായി ശക്തീകരിക്കുക. അവരുടെ ജീവിതത്തിൽ ചുറ്റും ചില ആത്മീയമായ മതിലുകൾ കാണുകയും ഈ 4 മതിലുകളും ഇന്ന് നമ്മുടെ ദുരിതങ്ങൾക്ക് ചുറ്റും ഒട്ടാകാറുണ്ട്. നമ്മുടെ ബന്ധങ്ങൾക്ക് ചുറ്റും സ്നേഹം കൊണ്ടൊരു കണ്ണുനീരിന്റെ മതിലുകൾ. നമ്മുടെ ജീവിതത്തിന്റെ മതിലുകളെല്ലാം ദൈവത്തോടൊപ്പമുള്ള കൃപയുടെ കൂട്ടുപണിയിൽ പണിയപ്പെട്ട സ്വർഗത്തിലെ ദൈവമാണ് കാര്യം സാധിപ്പിക്കുന്നതെന്ന ബോധ്യം ഒരിക്കലും അന്യമാണ് പോകും. ദൈവനീതിയുടെ കരുണയുടെ പാഠങ്ങൾ ഒരു മതിലായി നമ്മുടെ കൺമുഖയ്ക്ക് ചുറ്റും പണിതു കൊടുക്കുവാനും സാക്ഷ്യ ജീവിതത്തിന്റെ ഒരു മതി, അത് വചനത്താനുള്ള അനുതാപത്തിലൂടെ ആരാധനയിലേക്കും വിശുദ്ധമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങൾക്ക് ചുറ്റും കെട്ടിവെക്കുവാൻ നമുക്ക് കഴിയും. ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിവിളക്കുകളോ വെളിച്ചങ്ങളോ ഇല്ലാത്ത വഴിയാണ്. ഒരു വീട്ടിലേക്കും കറങ്ങിയില്ല. അവിടെ സന്ധ്യ കഴിഞ്ഞ് ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ അവരുടെ വാഗക്കലൂടെ തടയിൽ നിന്നാണ് മെഴുകുതിരികൾ മേടിച്ചുകൊണ്ടാണ് എപ്പോഴും പോകാറുള്ളത്. അങ്ങനെ മെഴുകുതിരി മേടിച്ചുകൊണ്ട് സ്ഥിരമായി പൊക്കോണ്ടിരുന്ന ഒരു ചേട്ടൻ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തിരി മേടിക്കാതെ തിരികളൊന്നും ഇല്ലാതെ ഇരുണ്ട വഴിയിലൂടെ നടന്നു പോകാതെ അങ്ങനെ ഇയാൾ പോകുന്ന കണ്ടപ്പോൾ ഒരു ദിവസം ആ കടക്കാരൻ വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഏട്ടാ മെഴുകുതിരി വേണ്ടേ, എങ്ങനെയാണ് ഇരുട്ടപ്പ് പോകുന്നത്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, നടന്നകന്നു ഇപ്പോ വെളിച്ചമില്ലാതെയും നടക്കാൻ ശീലിച്ചു. അങ്ങനെ ഒരു കാലം വെളിച്ചമില്ലാതെയും നടത്താൻ നാം ശീലിച്ചിരിക്കുന്ന കാലം. ഇവിടെ വെളിച്ചം എന്തെന്നും ആത്മീയതയെ നഷ്ടപ്പെടുന്ന നമ്മുടെ മതിലിന്റെ വഴികൾ ഏതെന്നുമൊക്കെയുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകും. ഇസ്ലാം അതൊക്കെ ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ വചനം കേൾക്കുമ്പോൾ ജനം കലഞ്ഞുപോയി. ആ അനുഭാവത്തിന്റെ അനുഭവം ഈ കൺവെൻഷൻ ഉണ്ടാകും. ജീവിതം നമ്മളെ ശക്തീകരിക്കട്ടെ. വളരെ ശ്രദ്ധയോടെ ഈ തലയോടെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരോടും അറിയിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യത്തെ